ഞാൻ കർത്താവിനെ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ അറിയുന്നത് പോലെ തന്നെ ക്രിസ്തീയ ജീവിതം ഓട്ടവും പോരാട്ടവും എന്ന വിഷയത്തെപ്പറ്റി ഉള്ള പഠനമാണല്ലോ പല സെഷൻസിലായിട്ട് നമ്മൾ പഠിച്ചത്. ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നുള്ളതാണ് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഒരു ആരംഭശൂരത്വത്തോടെ ഓടിത്തുടങ്ങുകയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഇട്ടേച്ച് പോവുകയും ചെയ്യുന്നതല്ല. അങ്ങനെ ഇട്ടേച്ച് പോകുവാനാണെങ്കിൽ അത് തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ടാണ് ഒരാൾ ഒരു ഓട്ടം ഓടാൻ, അല്ലെങ്കിൽ ഒരു ഗോപുരം പണിയുവാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പടയോടെ പൊരുതേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേകമായ ഒരു കാര്യത്തെ നിർവഹിക്കാൻ അവരുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് അന്ത്യത്തോളം അതിനുവേണ്ടി നിലകൊള്ളുമോ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ്. മാനുഷികമായി നമുക്കൊരു പക്ഷേ ഈ ഓട്ടമോടാനുള്ള ശക്തിയില്ലായിരിക്കാം. അങ്ങനെ ശക്തിയില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ടല്ല വേദോസം പറയുന്നത്. കാരണം അങ്ങനെ ശക്തിയില്ലാത്തവരെ ശക്തീകരിക്കുവാൻ ദൈവം ശക്തനാണ്. എന്നാൽ അതേസമയം അതിനുള്ള മനസ്സ് അത്യന്താപേക്ഷിതമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ നിർത്തിയ കാര്യം നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. യേശു കർത്താവ് ഗത്സമന തോട്ടത്തിൽ പറഞ്ഞു, കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നിർവഹിക്കപ്പെടുമാറാകട്ടെ. അവൻ അതിനുവേണ്ടിയുള്ളൊരു തീരുമാനമെടുത്തു. സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി നിലകൊള്ളുകയില്ലെന്നും പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പൂർണ്ണമായും നിലകൊള്ളും എന്നുള്ള തീരുമാനമെടുത്ത് കഴിഞ്ഞപ്പോൾ, അതുവരെയല്ല, അത് കഴിഞ്ഞപ്പോൾ അവനെ ശക്തീകരിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വരുന്നത് നമ്മൾ കാണുന്നു. തീരുമാനമെടുക്കാൻ വേണ്ടി ദൂതൻ ഒരിക്കലും സഹായിക്കത്തില്ല. പക്ഷേ തീരുമാനം എടുക്കുന്നവരെ സഹായിക്കാനായിട്ട് ദൂതൻ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഒരുവൻ ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഇതാണ്, മറ്റൊന്നുമല്ല, അത് തീർക്കാനുള്ള മനസ്സ് നിനക്കുണ്ടോ എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പ്രതിസന്ധികൾ, അതിനുവേണ്ടി മുന്നോട്ട് പോകുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ കാണുമ്പോഴത്തേക്ക് ഇത്രയൊക്കെ പ്രയാസമാണെങ്കിൽ എന്നെ കൊണ്ടൊന്നും വയ്യ എന്ന് പറഞ്ഞു പോകുന്ന ഒരു മനോഭാവമാണ് നിനക്കുള്ളതെങ്കിൽ അങ്ങനെ പോകാതിരിക്കുകയാണ് നല്ലത്. എന്നാൽ എങ്ങനെയും എനിക്ക് വിടുതൽ പ്രാപിക്കണമെന്നുള്ള ബോധ്യത്തോടുകൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവം തീർച്ചയായും അതിനുള്ള ശക്തി തരും. അതിനുവേണ്ടിയാണ് സാക്ഷികളുടെ വലിയൊരു സമൂഹത്തെ ഈ ഓട്ടക്കളത്തിന് ചുറ്റും ഗാലറിയിൽ നമുക്ക് വേണ്ടി ആക്കിയിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും സമയത്ത് ക്ഷീണിക്കുന്ന സമയത്ത് എനിക്കത് കഴിയത്തില്ല എന്നുള്ള ചിന്ത നമുക്കുണ്ടാകുമ്പോൾ, ഇഷ്ടമില്ലാത്തവരെ ഒരിക്കലും ഈ ഓട്ടത്തിലേക്ക് ദൈവം പ്രേരിപ്പിച്ചു കൊണ്ടുപോകുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നാൽ ആഗ്രഹിക്കുന്നവരെ, എങ്ങനെയും വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ശക്തീകരിക്കേണ്ടതിനും എൻകറേജ് ചെയ്യേണ്ടതിനുമായിട്ട് ഈ ഓട്ടം ഓടിത്തീർന്നവരായ അനേക വ്യക്തികളെ ദൈവം ഈ ഗാലറിയിലാക്കിയിട്ടുണ്ട്. അതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇനി നമ്മളെ ആ ഓട്ടത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഹിൻഡ്രൻസസ്, അതായത് ശരിക്കും ആവശ്യമില്ലാത്തതായ തടസ്സങ്ങൾ. രണ്ട് ഹഡിൽസ്. അതിൻ്റെ കൃത്യതയുള്ള മലയാളം നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മൾ ഈ ഒരു ഓട്ടമൊക്കെ നടക്കുന്ന സമയത്ത് റേസിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബാറുകൾ, ക്രോസ് ബാറുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ക്രോസ് ബാറുകൾ തള്ളിക്കളഞ്ഞേച്ച് പോകാനായിട്ട് നമുക്ക് പറ്റത്തില്ല. നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല ഇതെല്ലാം മാറ്റി എന്നാലേ ഞാൻ ഓടത്തുള്ളൂ. ഹഡിൽസ് ഓടാൻ പോകുന്നവനാണെങ്കിൽ അത് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? അത് ചാടിക്കിടക്കണം. അപ്പോൾ ഹഡിൽസ് ഉണ്ട്, ഹിൻഡ്രൻസസ് ഉണ്ട്. ഹിൻഡ്രൻസസ് നമുക്ക് പെറുക്കിക്കളയാം. ഇടയ്ക്ക് കല്ല് കിടക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പെറുക്കിക്കളയാനായിട്ട് കഴിയും. എന്നാൽ ഹഡിൽസ് ഇതെല്ലാം മാറ്റുമെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. കാര്യം അത് ഒഴിവാക്കാൻ കഴിയാത്തതായി നമ്മുടെ മുമ്പിൽ ആ ഓട്ടം ഡിസൈൻ ചെയ്ത ആൾ തന്നെ വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ആദ്യത്തെ കാര്യങ്ങൾ, അതായത് ഈ തടസ്സങ്ങൾ എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അത് രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രധാനമായും പറയുന്നത്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ലേ അസൈഡ് ഓൾ ദ വെയിറ്റ്. ലേ അസൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് അതിനെ എറിഞ്ഞു കളയുക എന്ന, മാറ്റിവെക്കാൻ പോലുമല്ല, എറിഞ്ഞു കളയുക. ആൻഡ് സിൻ ദാറ്റ് ക്ലിങ്സ് സോ ക്ലോസ്ലി, നമ്മളെ മുറുകെ പിടിക്കുന്നതായ പാപങ്ങൾ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും നമ്മൾ എറിഞ്ഞു കളയേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം പറയുന്ന കാര്യം വളരെ രസമാണ്. ഭാരം. ഈ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മേലുള്ള നമ്മുടെ ഭാരം എന്ന് പറയുന്നത്, എക്സ്ട്രാ വെയിറ്റ്. ഒരാൾ ഓട്ടം ഓടാനായിട്ട് പോവുകയാണെങ്കിൽ, നിങ്ങളൊക്കെ ടെലിവിഷനിലും മറ്റും ഓട്ടത്തിൻ്റെ സീൻ കാണുന്നുണ്ട്. ആരെങ്കിലും ഒരു 3 പീസ് സ്യൂട്ടും ഒക്കെ ഇട്ട് കയ്യിൽ 2 സൂട്ട് കേസും തലയിൽ ഒരു കെട്ടും കൂടെ വെച്ചുകൊണ്ട് ഓടുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓട്ടം ഓടുമ്പോൾ അവൻ എത്രയും മിനിമം ഡ്രസ്സുമായിട്ടാണ് ഓടുന്നത്. അവൻ്റെ കയ്യിൽ ഒന്നും കാണത്തില്ല, ഇല്ലേ? ഒരു കാര്യവും കാണത്തില്ല. എക്സ്ട്രാ വെയിറ്റ് ഒന്നും ഇല്ലാതെ ഓടാനായിട്ടാണ് അവൻ പരിശ്രമിക്കുന്നത്. റൺ വിത്ത് ദ മിനിമം വെയിറ്റ്, ഓൺലി
ഓൺലി തിങ്സ് ദാറ്റ് ആർ നെസസറി ഫോർ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം എറിഞ്ഞു കളയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് നമുക്കങ്ങോട്ട് മനസ്സിലാക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. നമ്മൾ എത്രയും കൂടുതൽ കാര്യങ്ങൾ ശേഖരിക്കാനുള്ള ഒരു മനോഭാവമാണ് ഇന്നത്തെ തലമുറയിലുള്ളത്. ഇന്നത്തെ തലമുറയിൽ ഇന്ന് നമ്മൾ ഒരുപക്ഷെ നമുക്ക് ആവശ്യമായേക്കാവുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ പലപ്പോഴും സൂക്ഷിക്കുന്നത്. എന്നാൽ ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ആലോചിച്ചു, എത്രത്തോളം കാര്യങ്ങൾ എനിക്ക് കൊണ്ടു നടക്കാം അല്ലെങ്കിൽ അത്യാവശ്യമുണ്ട്. ഞാനിതിനെ ഒരു വേർതിരിവ് അല്ലെങ്കിൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പരിശ്രമിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില ഏകദേശം 6 ഡിഫറൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ സാധനങ്ങളെ എനിക്ക് തിരിക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചു. അല്ലെങ്കിൽ വസ്തുക്കളെ, നമ്മൾ പറയുന്ന വെയിറ്റ്, എത്രത്തോളം വെയിറ്റ് എനിക്ക് വേണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ആദ്യത്തെ എൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ദർ ആർ സംതിങ് ദാറ്റ് ഈസ് ഇന്നവിറ്റബിൾ ഫോർ മൈ എക്സിസ്റ്റൻസ്. എൻ്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമായ ചില കാര്യങ്ങളുണ്ട്. നിലനിൽപ്പിന് തന്നെ, അതായത് അതില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ഇപ്പം ആഹാരമില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. എനിക്ക് മൂക്കിൽ ശ്വാസമില്ലെങ്കിൽ ഞാൻ ചത്തുപോകും, അല്ലേ? വെള്ളം കുടിക്കാൻ ഒരു ദിവസം വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ഇതൊക്കെ ദീസ് ആർ ഇന്നവിറ്റബിൾ തിങ്സ്. എന്നാൽ ഒരു നിമിഷത്തേക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളുടെ ഇന്നവിറ്റബിൾ തിങ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളെന്ന് അദ്ദേഹം പറയുന്നത്, അത് ശ്വാസമാണ്. അതില്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. ശ്വാസം ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ഇന്ന് എനിക്ക് ജീവിക്കാൻ പറ്റും. ഇന്നിനിയും വെള്ളം കിട്ടിയില്ലെങ്കിലും കഴിക്കാൻ കിട്ടിയില്ലെങ്കിലും എനിക്ക് ഇന്നത്തേക്കൊക്കെ ജീവിക്കാൻ, ഞാൻ ചത്തുപോകാനുള്ള സാധ്യതയൊന്നുമില്ല. ദ മോസ്റ്റ് ഇന്നവിറ്റബിൾ തിങ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ ഇതാണ്, ശ്വാസം കർത്താവ് തന്നെങ്കിലേ എനിക്ക് സംസാരിക്കാനോ നിൽക്കാനോ ഒക്കെ പറ്റുള്ളല്ലോ. അതുകൊണ്ട് അത് പോട്ടെ, അതിനുശേഷം ദൈവം എന്തൊക്കെ തന്നാലും അത് ബോണസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞത്. ശ്വാസം ഒഴികെ ബാക്കി എന്തെല്ലാം നമുക്ക് കിട്ടിയാലും അത് ബോണസാണ്. അപ്പോൾ അതിനുവേണ്ടി ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതി. ശ്വാസം തന്നതിന് നന്ദി പറയണം വേണ്ടെന്നല്ല, പക്ഷെ ശ്വാസം ഇല്ലെങ്കിൽ നന്ദി പോലും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ശ്വാസത്തിൻ്റെ കാര്യം അങ്ങോട്ട് വിട്. അത് കഴിഞ്ഞിട്ടുള്ള ഏത് കാര്യം, എനിക്ക് ഇന്ന് ഭക്ഷണം കിട്ടിയാൽ, എനിക്ക് ഇന്ന് എന്ത് കാര്യങ്ങൾ കിട്ടിയാലും അതിനുവേണ്ടി ഞാൻ നന്ദിയുള്ളവനായിരിക്കണമെന്ന് അദ്ദേഹം പറയുണ്ടായി. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇന്നവിറ്റബിൾ തിങ്സ് ഫോർ മൈ ലൈഫ്. ഒന്ന്, എൻ്റെ എക്സിസ്റ്റൻസിന്, എൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിന്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആഹാരം വേണം, വെള്ളം വേണം, ഇല്ല എനിക്ക് ഇന്ന് തന്നെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങളോ വേണം. എനിക്ക് എവിടെങ്കിലും ഒന്ന് കിടക്കണ്ടേ? എവിടെങ്കിലും വാഴച്ചോട്ടിലാണെങ്കിലും ഒന്ന് കിടക്കണമല്ലോ, ഇല്ലേ? എനിക്ക് അങ്ങനെ എൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ, എനിക്ക് എവിടെങ്കിലും കിടക്കണം, എനിക്ക് എന്തെങ്കിലും കഴിക്കണം, എനിക്ക് എന്തെങ്കിലും ഒന്ന് ഉടുക്കണ്ടേ, എന്തെങ്കിലും ഒരു വസ്ത്രം എനിക്ക് വേണ്ടേ. ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഈസ് ഇന്നവിറ്റബിൾ ഫോർ മൈ ലൈഫ്. എൻ്റെ ജീവനത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ് എൻ്റെ വസ്ത്രം, ആഹാരം, പാർപ്പിടം. അതെവിടെയും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. മറ്റേതല്ല, എനിക്ക് നിലനിൽക്കണമെങ്കിൽ തന്നെ എൻ്റെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് ശ്വാസം അല്ലെങ്കിൽ വെള്ളം, ഇങ്ങനെയുള്ള ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം. പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ, എനിക്കിപ്പം ഒരു വീടില്ലെങ്കിലും എനിക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊക്കെ ജീവിക്കാം, അല്ലേ? പക്ഷേ എൻ്റെ ജീവിതം എന്ന് പറയുന്നതൊന്ന് ശരിയായി വരണമെങ്കിൽ ഐ നീഡ് എ പ്ലേസ് ടു സ്റ്റേ ഓർ റെസ്റ്റ്. എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് നീഡ്സ് എന്ന് പറയുന്നത്, നമ്മളുടെ ആവശ്യങ്ങൾ. അത് പറയുമ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പോരാ, അല്ലേ? എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ എനിക്ക് എങ്ങനെങ്കിലുമൊക്കെ ജീവൻ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ അങ്ങനെ എനിക്ക് ഒത്തിരി നാൾ ജീവിച്ചു പോകാൻ കഴിയത്തില്ല. എനിക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വേണം, അതിനകത്ത് പ്രോട്ടീൻ വേണം, അതിനകത്ത് എനിക്ക് ആവശ്യമായ ഫാറ്റ് വേണം. അങ്ങനെയുള്ള എൻ്റെ ഫുഡ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിനെ ആക്സലറേറ്റ് ചെയ്യുന്ന എൻ്റെ നീഡ്സാണ്. അതുപോലെ എനിക്ക് എവിടെയെങ്കിലും എന്നും ഇപ്പം വാഴച്ചോട്ടിൽ കിടക്കാൻ പറ്റുമോ? ഇല്ലേ? എന്നും വാഴച്ചോട്ടിലൊന്നും കിടക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം വേണേൽ കിടക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച വേണേൽ കിടക്കാമായിരിക്കും. അത് കൂടുതലൊക്കെ കിടക്കാമെന്ന് ഇപ്പം നമ്മുടെ ഒറീസയിലെ സഹോദരങ്ങൾ പറയുന്ന കാര്യം. 6 മാസമായിട്ട് ഇവർ ടെൻറ്റിനകത്താണ് കിടക്കുന്നത്. അത്രയൊക്കെ കിടക്കാമായിരിക്കും. പക്ഷേ 6 മാസം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വേവലാതി, എടാ ഇവൻ എത്ര നാളാണ് ഇതിൻ്റെ കീഴിൽ കിടക്കുന്നതെന്നുള്ളൊരു വേവലാതി, ഇല്ലേ? അപ്പോൾ ഹീ നീഡ് എ ഹൗസ്, ബെറ്റർ ഹൗസ് മീൻസ് അവന് ജീവിതത്തെ സുരക്ഷിതത്വമാക്കുന്ന, സെക്യൂരിറ്റി നൽകുന്ന ഒരു സ്വാഭാവികമായ അവൻ്റെ നീഡ്സ്. അതുപോലെ ഫുഡാണെങ്കിലും വെറുതെ എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതല്ല. അതുപോലെ എനിക്ക് എന്തെങ്കിലും ഇട്ടാൽ പോരാല്ലോ, മതിയോ? ഞാനിവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ വന്ന് നിൽക്കാനും മറ്റും യോജിക്കുന്ന നിലയിലുള്ള ഡ്രസ്സ് എനിക്ക് ആവശ്യമുണ്ട്.
എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ സ്കൂളിൽ പോകാൻ യൂണിഫോം ഉണ്ട്, എന്തെങ്കിലും ഇട്ടാൽ മതിയോ? പോരാല്ലോ. അപ്പോൾ ദീസ് ആർ ഓൾ നീഡ്സ്. നമ്മളുടെ നീഡ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, ഇതുപോലെ നമ്മുടെ ജീവിതത്തെ, നമ്മളെ ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ, ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടി ഓരോരുത്തരെ കുറിച്ചും. കുഞ്ഞുങ്ങളെ പഠിക്കാനായിട്ട് സ്കൂളിൽ ദൈവം ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് പഠിക്കാൻ ആവശ്യമായ ഡ്രസ്സും ഫുഡും അക്കോമഡേഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഫീസ്, ഇതെല്ലാം ആവശ്യമുണ്ട്. ഇതില്ലെങ്കിലും വേണമെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇന്നവിറ്റബിൾ തിങ്സ് ഫോർ മൈ ലൈഫ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇതൊന്നും ഇല്ലാതെ വേണം ജീവിക്കാൻ പറ്റും. പക്ഷേ അവരുടെ നീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡീസൻ്റായിട്ട് ദൈവം അവരെ എന്ത് ലക്ഷ്യത്തോടെ ഭൂമിയിലാക്കിയിരിക്കുന്നു അതിനുള്ള ആവശ്യങ്ങൾ, അത് നിർവഹിക്കാനുള്ള വസ്തുക്കൾ. ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഓഫീസിൽ പോകാനുള്ള ഒരു വാഹനം, അല്ലെങ്കിൽ വണ്ടിക്കൂലി വേണം, എനിക്ക് അവിടെ പോയി വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം വേണം, എനിക്കിരിക്കാൻ ഒരു കസേര വേണം. നിന്നുകൊണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതെല്ലാം നമ്മുടെ നീഡ്സ് ആണ്. നീഡ്സ്. അപ്പം ഞാൻ നീഡ്സ് എന്ന് പറയുന്ന കാര്യം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാൽ അതിനപ്പുറത്തൊക്കെ ഉള്ള കാര്യങ്ങളാണ് കംഫർട്ട്സ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ. കംഫർട്ട്സ് ഒരു മോശമായ കാര്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. ഈ കംഫർട്ട്സിനെ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അത് പഠനമാണെങ്കിൽ പഠനം, അല്ലെങ്കിൽ ജോലിയാണെങ്കിൽ ജോലി, സുവിശേഷ വേലയാണെങ്കിൽ സുവിശേഷ വേല, ഒരു വീട്ടമ്മയുടെ ജോലിയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ ദൈവം അവരെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ആ മിഷൻ അതിനെ ആക്സലറേറ്റ് ചെയ്യുന്നതായ ചില കാര്യങ്ങളുണ്ട്. ആക്സലറേറ്റ് ചെയ്യുന്നതായ കാര്യങ്ങൾ അതവരുടെ കംഫർട്ട്സ് ആണ്. ആ കംഫർട്ട്സ് അവരുടെ മിഷനെ ആക്സലറേറ്റ് ചെയ്യുന്നതാണ്. അവരുടെ ദൗത്യത്തെ കുറെ കൂടെ ഭംഗിയായും കൂടുതൽ പ്രയോജനപ്രദമായ നിലയിലും ഫലപ്രദമായ നിലയിലും ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നതാണ് ഈ കംഫർട്ട്സ് എന്ന് പറയുന്നത്. കംഫർട്ടബിളായിട്ട് വരാൻ കഴിയുന്ന എൻ്റെ മിഷനെ, എൻ്റെ ദൗത്യത്തെ ആക്സലറേറ്റ് ചെയ്യുന്നതായ കാര്യങ്ങൾ, അതാണ് വാസ്തവത്തിൽ കംഫർട്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ലക്ഷറിയിലേക്ക് കയറുകയാണ്. ഈ ലക്ഷറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് മിഷനെ ആക്സലറേറ്റ് ചെയ്യല്ല, അതിനുവേണ്ടിയല്ല, എൻ്റെ പദവികളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതായത് ഞാൻ ഇന്ന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയാണ്, പ്രസിഡന്റാണ്, അതുകൊണ്ട് ഞാൻ ഒരു ബസ്സിൽ കയറാൻ പാടില്ല. ഞാൻ ഇന്ന ഓഫീസറാണ്, അതുകൊണ്ട് എനിക്ക് ഈ രീതിയിൽ ജീവിക്കാൻ കഴിയത്തില്ല. എനിക്ക് ഒരു സിംഗിൾ ബെഡ്റൂം ഹൗസിൽ ജീവിക്കാൻ കഴിയത്തില്ല. സോ ഐ നീഡ്, എൻ്റെ പദവികൾക്ക് യോജിക്കുന്ന നിലയിലുള്ള ഒരു ജീവിത രീതിയാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ, അത് കംഫർട്ട്സിൽ നിന്നും എങ്ങോട്ട് കയറിക്കൂടുകയാണ്? ലക്ഷറിയിലേക്ക് കയറിക്കൂടുകയാണ്. അവിടെ നീഡിന്റെ മുകളിലത്തേതല്ല, പദവികളാണ് അവിടുത്തെ വിഷയം. നീഡല്ല അതിൻ്റെ ബേസിസ്, അല്ലെങ്കിൽ എൻ്റെ ആവശ്യമല്ല, എൻ്റെ പദവിയാണ് അതിൻ്റെ ബേസിസ്. എന്നാൽ അതിനപ്പുറത്തൊന്നുണ്ട്, അത് സൂപ്പർ ലക്ഷറി എന്ന് വേണമെങ്കിൽ പറയാം. ഈ സൂപ്പർ ലക്ഷറി എന്ന് പറയുന്നത് നിങ്ങളുടെ മിഷനെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഒരു സൂപ്പർ ലക്ഷറി സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മിഷൻ ചെയ്യാൻ പറ്റത്തില്ല. മിഷൻ എന്ന് പറയുന്നത് സുവിശേഷ പ്രവർത്തനം എന്നുള്ള നിലയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ത്? നിങ്ങളെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന ഏത് കാര്യവും. ഇപ്പോൾ നിങ്ങളൊരു വീട് പണിയാണ്. നിങ്ങളുടെ വീട്ടിൽ എന്നും ഗസ്റ്റ് ഉണ്ട്, എല്ലാ ദിവസവും ആളുകൾ കയറി ഇറങ്ങി കഴിയുന്ന വീടാണെങ്കിൽ, ഒരു സിംഗിൾ ബെഡ്റൂം ഹൗസിൽ നിങ്ങൾ കഴിയണമെന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. ഒരു പക്ഷേ എന്നും ഗസ്റ്റുള്ള വീടാണെങ്കിൽ നിങ്ങൾക്ക് 3-4 ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ 4 ബെഡ്റൂമിൽ വല്ലപ്പോഴൊക്കെ ആൾക്കാർ കിടക്കണം. പക്ഷെ ചിലപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഞാനൊരു വീട് പണിയുമ്പോൾ എൻ്റെ അയൽക്കാരൻ പണിത വീട്, അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ പണിത വീട് അത്രയും വലുതായതുകൊണ്ട് എനിക്കിപ്പോൾ അതിനേക്കാളും ചെറിയൊരു വീട് പണിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് 8 മുറിയുള്ള 10 മുറിയുള്ള ഒരു വീട് ഞാൻ പണിത് കഴിഞ്ഞിട്ട് ഞാനവിടെ താമസിക്കുന്നുമില്ല. പിന്നെ അവിടെ താമസിക്കാൻ വവ്വാലിനെയും ചെലന്തിയെയും എല്ലാം വിട്ടേച്ച് ഞാൻ വേറെ എവിടെയെങ്കിലും താമസിക്കേണ്ട ഒരു ഗതികേടെന്ന് പറയുമ്പോൾ, ഇത് സൂക്ഷിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ബേർഡനായിട്ട് വരികയാണ്. കംഫർട്ട്സ് എൻ്റെ മിഷനെ ആക്സലറേറ്റ് ചെയ്യുന്നെങ്കിൽ, ലക്ഷറി അല്ലെങ്കിൽ സൂപ്പർ ലക്ഷറി എൻ്റെ ദൗത്യത്തെ നഷ്ടപ്പെടുത്തുകയാണ്. പിന്നെ എനിക്ക് സമയമില്ല. പിന്നെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വീട് സൂക്ഷിക്കുക, വസ്തുവാണെങ്കിൽ വസ്തു സൂക്ഷിക്കുക, അതിനൊക്കെ വേണ്ടി എൻ്റെ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യേണ്ടതായ ഒരു സാഹചര്യം. അതാണ് സൂപ്പർ ലക്ഷറി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏത് നിലയിലാണ് നമുക്ക് പോകാൻ കഴിയുന്നത്? മാക്സിമം പോകാൻ പറ്റുന്ന ഒരു ലിമിറ്റായിട്ട് ഞാൻ ചിന്തിച്ചെങ്കിൽ, ഒരു ഗോൾഡൻ മീൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, നീഡ്സിന്റെയും കംഫർട്ട്സിന്റെയും ഇടയ്ക്കുള്ള ഒരു സോണാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. എൻ്റെ നീഡ്സ്, എനിക്ക് നീഡ്സ് തന്നെ എൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതായ ഒരു ജീവിത രീതി ഞാൻ അവലംബിച്ചേ മതിയാകൂ. എന്നാൽ എൻ്റെ
ദൗത്യത്തെ ആക്സലറേറ്റ് ചെയ്യുന്ന കംഫർട്ട്സിന് വേണ്ടി പോകുന്നത് തെറ്റല്ല. അതിനപ്പുറത്തോട്ട് പോകാതിരിക്കാനുള്ള വലിയ ഒരു ബോധ്യം എനിക്കുണ്ടായിരിക്കണം. അതിനപ്പുറത്താണെങ്കിൽ എക്സ്ട്രാ വെയിറ്റ് ആയി പോകും, ഒരു സംശയമില്ല. അതിനെയാണ് ഞാൻ എക്സ്ട്രാ വെയിറ്റ് എന്ന് പറയുന്നത്. ഇത് എൻ്റെ, പൗലോസ് പറയുന്നത് പോലെ ഞാൻ മാനുഷിക രീതിയിൽ പറയുന്നു എന്ന് പറഞ്ഞതുപോലെ ഇത് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇതിന് വേദപുസ്തകത്തിൽ ഇവിടെ തെളിവ് എന്നൊന്നും നാളെ ചോദിക്കുകയൊന്നും വേണ്ട, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ എക്സ്ട്രാ വെയിറ്റ് എൻ്റെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യത്തിന് വേണ്ടിയും ഞാൻ പോകത്തില്ല. എൻ്റെ ഓട്ടത്തിൻ്റെ ആ വേഗതയെ കുറയ്ക്കുന്നതായ ഒരു വെയിറ്റും എനിക്ക് ഉണ്ടാകാൻ പാടില്ല. അത് ഇല്ലാതെ പറ്റത്തുമില്ല. ഇപ്പം ഒരു ഡ്രസ്സും ഇല്ലാതെ എനിക്കിപ്പം ഓട്ടം ഓടാൻ പറ്റും? ഇല്ല, അല്ലേ? എന്നാൽ 3 പീസ് സ്യൂട്ടുമായിട്ട് പോയി കഴിഞ്ഞാൽ ദാറ്റ് അഫക്ട്സ് മൈ റേസ്. ഇല്ല, എൻ്റെ ഓട്ടത്തെ അത് തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ സമയത്തും എൻ്റെ മനസ്സിലുണ്ടാകേണ്ട കാര്യമെന്ന് പറയുന്നത് എൻ്റെ ആത്മികമായ ഓട്ടത്തെ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാൻ ഉള്ള എൻ്റെ പരിശ്രമത്തെ തടസ്സപ്പെടുത്തുന്നതായ ഒരു കാര്യത്തിന് വേണ്ടിയും ഞാൻ പരിശ്രമിക്കുകയില്ല. അങ്ങനെയുള്ളതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കണം. ലേ അസൈഡ്, എടുത്തെറിഞ്ഞുകൊണ്ടിരിക്കണം. അത് എത്ര വലുതാണെന്ന് പറഞ്ഞാലും എത്ര വിലയുള്ളതാണെന്ന് പറഞ്ഞാലും അതിനെ എടുത്തെറിഞ്ഞുകൊണ്ടിരിക്കണം. മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് പല സമയത്തും ഇല്ലായ്മയിൽ ജീവിക്കാൻ നമുക്കറിയാം, ഉള്ള അവസ്ഥയിൽ ജീവിക്കാൻ നമുക്ക് അറിയത്തില്ല. അത് നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ്, വലിയൊരു പ്രശ്നമാണ്. പൗലോസ് പറഞ്ഞു, എനിക്ക് ഇല്ലായ്മയിലിരിക്കാനും അറിയാം, സമൃദ്ധിയിലിരിക്കാനും എനിക്ക് അറിയാം. ഈ സമൃദ്ധിയിലിരിക്കാൻ നമ്മൾ പഠിക്കാത്തിടത്തോളം കാലം പലപ്പോഴും ആളുകൾക്ക് പറ്റുന്ന പ്രശ്നം അതാണ്. ഇപ്പം നമ്മൾ ചിലപ്പം പറയാറുണ്ടല്ലോ, ഇവന് ഈ പൈസയോടൊന്നും ഒരാഗ്രഹം ഉണ്ടായിരുന്നതല്ലല്ലോ, അതേ കുറച്ച് കാശ് കിട്ടിയപ്പോഴാണ് ഇവൻ അതിനകത്തോട്ടങ്ങ് കമന്ന് വീഴുന്നത് നമ്മൾ പറയുമല്ലോ. അതിൻ്റെ കാര്യം എന്നറിയാമോ? അവന് പണം കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. അത് പണം എത്ര കിട്ടിയാലും അത് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവനാണെങ്കിൽ പണത്തിനകത്ത് അവൻ ഒരിക്കലും എന്തുണ്ടാകത്തില്ല, താല്പര്യമോ ആഗ്രഹമോ ഉണ്ടാകത്തില്ല, വിട്ടുകളയാൻ മടിയും ഉണ്ടാകത്തില്ല. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഇയ്യോബിൻ്റെ കാര്യം. ഇയ്യോബിനുണ്ടായിരുന്ന സകല കാര്യങ്ങളും നഷ്ടപ്പെട്ടു. പണം മാത്രമല്ല, പണം നഷ്ടപ്പെടുന്നത് പോട്ടെ, മണി ഈസ് ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനമാണ് പണം എന്ന് പറയുന്നത്. ഞാനത് എല്ലായിടത്തും പറയും. ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനമാണ് പണം. അത് ഞാൻ തെറ്റിച്ച് പറഞ്ഞൊന്നുമല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. ചിലപ്പോൾ ആൾ എന്തോ ഈ പറയുന്നത് കണ്ണൂരിട്ട് കാണിക്കേണ്ടതെന്ന് വേണ്ട. ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനമാണ് പണം. അതെല്ലാവരും മനസ്സിലാക്കും. അത് മനസ്സിലാക്കാൻ വലിയ ആത്മീയമൊന്നും വേണ്ട, ഇച്ചിരി ബുദ്ധി മതി. നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഒന്ന് കണ്ണോടിച്ചാൽ മതിയാകുന്നതേ ഉള്ളൂ. അതിന് വലിയ ആത്മീയമൊന്നും വേണ്ട. ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനമാണ് പണം. അത് എല്ലാവരും എന്നെങ്കിലും മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷെ മനസ്സിലാക്കുമ്പോഴത്തേക്ക് മിക്കവാറും നമ്മൾ കുഴിക്കകത്തോട്ട് ഇറങ്ങുമെന്നുള്ളതേ ഉള്ളൂ. അത് എത്രയും പെട്ടെന്ന് മനസ്സിലാകുന്നോ അത്രയും നല്ലത്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് എത്രയും പെട്ടെന്ന് മനസ്സിലാകുന്നോ അത്രയും നല്ലത്. അപ്പോൾ ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, അവൻ്റെ മക്കളും നഷ്ടപ്പെട്ടു, അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, അവൻ്റെ ശരീരസ്ഥിതി നഷ്ടപ്പെട്ടു, അവൻ്റെ ഭാര്യയ്ക്ക് അവനോടുള്ള ഒന്നായുള്ള ആ ചിന്ത നഷ്ടപ്പെട്ടു. ഭാര്യ പോലും അവനെ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സ്റ്റേജ്, വല്ലാത്തൊരു സ്റ്റേജാണ്. എന്നാൽ വസ്തുവും മക്കളും എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഹി വർഷിപ്പ് ഗാഡ് എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത്. അവൻ ദൈവത്തെ ആരാധിച്ച് പറയുന്ന വാക്കുകൾ എന്താണെന്നറിയാമോ? യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പം ഞാൻ ആലോചിച്ചു, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? പണം പോട്ടെ, അവൻ്റെ സ്വന്തം മക്കളൊക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് പറയാൻ കഴിയുന്നത്? അതിനർത്ഥം ഇതേ ഉള്ളൂ, ഇതെല്ലാം ഉണ്ടായിരുന്നപ്പോഴും ഇതിനോടൊന്നിനോടും അവനൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നില്ല. ഈ വസ്തുക്കളും മക്കളും സൗകര്യങ്ങളും ആരോഗ്യവും ബഹുമാനവും ഉണ്ടായിരുന്നപ്പോഴും അതിനകത്ത് അവൻ മനസ്സ് വെച്ചിരുന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം പോയപ്പോഴും അവൻ്റെ മനസ്സ് തകർന്നു പോയില്ല. നമുക്ക് ഈ കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മനസ്സ് തകർന്നാൽ അതിൻ്റെ അർത്ഥം അല്ലേ, അതിൻ്റെ അർത്ഥം നമുക്കിതിനകത്ത് നമ്മുടെ മനസ്സ് ഊന്നിയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് 1-2 ലക്ഷം രൂപ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ നമ്മുടെ മനസ്സ് തകരുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതുവരെയും നമ്മൾ ആത്മീകരായി തീർന്നിട്ടില്ലെന്നാണ്. പോയെങ്കിൽ പോട്ടെ എന്ന് പറയാൻ കഴിയുന്നത്. എടാ, അത് ചിലപ്പോൾ അവൻ്റെ ഇരിക്കേണ്ടതായിരിക്കും, ഞാനവന് കൊടുക്കാതെ എൻ്റെ കൈ സൂക്ഷിച്ച് വെച്ചുകൊണ്ടാണ് അത് പോയത് എന്ന് ചിന്തിക്കാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യൻ അതിനോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനുള്ള മാർഗ്ഗം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ പണത്തോടൊക്കെ നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ വല്ലപ്പോഴൊക്കെ വല്ലവർക്കും എടുത്ത് 1 ലക്ഷമൊക്കെ അങ്ങ് കൊടുക്കണം. അന്നേരം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വലിയ പെടച്ചിലൊന്നും ഇല്ലെങ്കിലേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ, എന്തുവാ, നമുക്ക് ഇതിനോടൊന്നും അറ്റാച്ച്മെൻറ്റ്
ഇല്ലെന്ന്. പക്ഷേ അല്ലാത്ത എല്ലാവരും പറയും, എൻ്റെ ബ്രദറെ എനിക്ക് ഇത്രയും പൈസയൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഇതൊന്നും കയറിയിട്ടില്ലെന്ന് ചുമ്മാതെ പറയാറുണ്ട്. പക്ഷെ അത് പറയുന്നത് തെളിയിക്കാനായിട്ട് വല്ലപ്പോഴൊക്കെ ആർക്കെങ്കിലും പാവങ്ങൾ കുറച്ചൊക്കെ എടുത്ത് കൊടുത്ത് നോക്കണം. നഷ്ടപ്പെടുന്ന ഒന്ന് കണ്ട് സന്തോഷിക്കാനായിട്ടൊക്കെ ഒന്ന് പഠിക്കണം. ഓക്കെ, പോട്ടെ. ഞാൻ പറഞ്ഞത് ഈ എക്സ്ട്രാ വെയിറ്റ്, ആ എക്സ്ട്രാ വെയിറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ എന്താണ് ഓട്ടത്തിൻ്റെ വേഗതയെ കുറയ്ക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാൻ, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കുവാൻ എനിക്ക് കഴിയാത്ത നിലയിൽ എന്നെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന സകല കാര്യങ്ങളും, അതിന് നീഡ്സ് ആണെങ്കിൽ പോലും, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ലെവൽ എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വെച്ചിരിക്കുന്ന ഒരു ഗോൾഡൻ മീൻ എൻ്റെ നീഡ്സിൻ്റെയും എൻ്റെ കംഫർട്ട്സിൻ്റെയും ഇടയ്ക്കായിട്ടാണ്. കംഫർട്ട്സിൻ്റെ മുകളിലത്തെ തലത്തിലോട്ട് പോയാൽ ലക്ഷറിയിലേക്ക് ചാടാനുള്ള വലിയൊരു ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ട് ആ കംഫർട്ട്സിൻ്റെ ലോവർ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ, നീഡ്സിൽ നിന്ന് അങ്ങോട്ട് കടക്കാതെ ആ കംഫർട്ട്സിൻ്റെ ഒരു മതിലങ്ങ് പണിത് വെക്കുകയാണെങ്കിൽ അതിനപ്പുറത്തോട്ട് നമ്മൾ പോകാതെ ഇരിക്കും. ദാറ്റ് ഈസ് എ ഗോൾഡൻ മീൻ ടു മീ. പിന്നെ ഈ ഓട്ടത്തെ തടസ്സപ്പെടുത്താനായിട്ട് നമ്മൾ വലിച്ചു കൂട്ടുന്നതായ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല. അതിനെ ഇംഗ്ലീഷിൽ സാധാരണ വിളിക്കുന്ന പേര് ജങ്ക് എന്നാണ്. നമ്മൾ വലിച്ചു കൂട്ടുന്നതായ മിക്ക കാര്യങ്ങളും ജങ്കാണ്, നമുക്ക് പലപ്പോഴും ആവശ്യമില്ലാത്തതായ കാര്യങ്ങളാണ്. ഈ നമ്മുടെ സംസ്കാരം, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിൻ്റെയും സൂപ്പർ മാർക്കറ്റിനൊക്കെ മാറിയിട്ട് ഇപ്പം എന്താണ് ഹൈപ്പർ മാർക്കറ്റിലേക്കും മെഗാ മാർട്ടിൻ്റെയും എന്നൊക്കെ പറയുന്ന പോലെ നമുക്കും ഇപ്പോൾ എല്ലാം മെഗായാണ്. മെഗാ ക്രൂസൈഡ്, മെഗാ ചർച്ച്, എല്ലാം മെഗാ പരിപാടിയെ നമുക്ക് ഉള്ളൂ. നമുക്ക് ഈ താഴോട്ട് ആലോചിക്കാൻ കഴിയാത്ത നിലയിൽ ലോകം നമ്മിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് എന്ത്? മെഗാ എന്ന്. അതുകൊണ്ടാണ് ഈ മെഗാ മാർട്ടിലൊക്കെ കയറി കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്നതിനകത്ത് നല്ലൊരു ശതമാനം ആ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളതല്ല നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മളെ കെട്ടിയേൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ സൂപ്പർ മാർക്കറ്റുകളെല്ലാം പരിശ്രമിക്കുന്നത്. 1 കിലോ പൗഡറിൻ്റെ ഒരു കുറ്റി വാങ്ങിച്ചാൽ 2 കുറ്റി ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചാടിക്കയറി അങ്ങ് എടുക്കും, ഇല്ലേ? പക്ഷേ ഇതൊന്ന് തീർന്നു കിട്ടണമെങ്കിൽ തന്നെ 6 മാസം കഴിയും. ഇപ്പോൾ ആദ്യം വാങ്ങിച്ചു തന്നെ. രണ്ടാമത്തേതൊക്കെ എടുക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് അതിന് മണവും കാണത്തില്ല, ഗുണവും കാണത്തില്ല. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ തലയ്ക്ക് അടിച്ചേൽപ്പിക്കാനാണ് ഇവൻ ഈ ഫ്രീ എല്ലാം തരുന്നത്. അപ്പോൾ ഫ്രീ കിട്ടുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ, ഫ്രീ കിട്ടുന്ന സാധനമൊന്നും വാങ്ങിക്കരുതെന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നോക്കണം ഇവൻ നമ്മളെ കളിപ്പിക്കാനുള്ള പരിപാടിയാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. എനിക്ക് ആവശ്യമില്ലാത്ത സാധനം ഫ്രീ കിട്ടിയാലും എനിക്ക് വേണ്ടാന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം അതൊരു ജങ്കാ, അത് എവിടെ കൊണ്ട് വെക്കും? ഇതൊക്കെ ജങ്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഇവിടെ ഒന്നും അത്രയും പ്രശ്നമില്ല. നമ്മൾ ഈ ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട്, ഈ സിറ്റിയിലൊക്കെ താമസിക്കുമ്പോൾ വല്ലപ്പോഴും ഒക്കെ വീട് മാറേണ്ടി വരുന്നുണ്ട്. വീട് മാറുമ്പോഴാണ് അറിയുന്നത് 3 കൊല്ലമായിട്ടും 5 കൊല്ലമായിട്ടും ഉപയോഗിച്ചിട്ടില്ലാത്ത എത്രയോ സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെന്നുള്ളത്. പാറ്റ കയറിയും പല്ലി കയറിയും ഒക്കെ കിടക്കുന്ന എന്തെല്ലാം സാധനങ്ങളുണ്ട്. ഇത് ജങ്കാണെന്ന് അന്നേരം നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വെച്ചാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. നാളെ പോയിട്ട് അടുത്ത ദിവസം പോയിട്ട് അടുത്ത വർഷം പോലും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്നേ വാരിക്കൂട്ടി വെക്കുന്നത്. അതൊരു എക്സ്ട്രാ വെയിറ്റാണ്, ഒരു സംശയവുമില്ല. ഇത് ഇവിടെ കൊണ്ട് വെക്കും. നമ്മുടെ വീട് മുഴുവൻ നശിപ്പിക്കുന്ന കാര്യം ഈ എക്സ്ട്രാ ഈ ജങ്കാണ്. അതുകൊണ്ട് വസ്തുക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അടുത്ത കാര്യങ്ങൾ ഇനി വരുന്നുണ്ട്, എന്നാൽ ഇതങ്ങോട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. ഇവിടം തൊട്ട് നമ്മൾ എക്സ്ട്രാ വെയിറ്റ് വേണ്ടാന്ന് വെക്കണം. വളരെ പ്രായോഗികമായ ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ജങ്ക് വലിച്ചു കൂട്ടുന്ന പരിപാടി മാറ്റണം. ഈ ജങ്ക് വലിച്ചു കൂട്ടാനാണ് നമ്മൾ പലപ്പോഴും കടം വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ കടം വാങ്ങിക്കേണ്ടി വരുന്നില്ല. സ്വാഭാവികമായി ജീവിക്കാൻ നമ്മൾ ഈ കാലയളവിൽ ഐ ഡോണ്ട് തിങ്ക് വളരെ കുറച്ച് ആളുകൾക്കേ കടം വാങ്ങിക്കേണ്ടി വരത്തുള്ളൂ. ഒരുമാതിരിപ്പെട്ട രീതിയിൽ ജീവിക്കണമെങ്കിൽ വളരെ കുറച്ച് ആളുകൾക്ക് കടം വാങ്ങിക്കേണ്ടി വരത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ കടം വാങ്ങിക്കുന്ന നല്ലൊരു ശതമാനം കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആവശ്യമില്ലാത്ത ഉള്ളത് പതിയെന്ന് വെക്കണം. വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുവിൻ എന്നുള്ളതാണ്. ഉണ്മാനും ഉടുക്കാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വെപ്പിൻ. ഉണ്ണാനും ഉടുക്കാനും കിടക്കാനും കൂടെ കിട്ടിയാലും നമുക്ക് പോരാ. എനിക്ക് കിടന്നാൽ പോരാല്ലോ, എൻ്റെ കൊച്ചുമോക്കൂടെ കിടക്കണ്ടായോ എന്നാ. മോക്കല്ല അല്ലേ? പണ്ടൊരു സർജിയുടെ സ്റ്റോറി ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു മാർവാടിയാണ്. മാർവാടി അയാളുടെ സകല ബിസിനസ് സാമ്രാജ്യം എല്ലാം കൂടെ അതിൻ്റെ കണക്കുകളെല്ലാം എടുത്തിട്ട് ഒരാളെ വിളിച്ചു കൂട്ടി ഇതൊന്ന് അസസ് ചെയ്യുക. അപ്പോൾ എനിക്കിപ്പോൾ ഇത്ര മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, അങ്ങനെ എൻ്റെ ഇപ്പോഴത്തെ സമ്പത്ത് എത്ര തലമുറ വരെ
ഉള്ള ആളുകൾക്ക് ഉണ്ട് എന്നൊന്ന് കണക്ക് കൂട്ടാനായിട്ടൊരു ആളെ വിളിച്ചു കൂട്ടി. അപ്പോൾ ഇയാളുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ കണക്ക് കൂട്ടി ഇങ്ങനെ വന്നാൽ എത്ര തലമുറ വരെ ജീവിക്കാനുള്ളത്? ഭയങ്കര ധനികനാണ്. അപ്പോൾ ഒരു ആൾ വന്ന് കുത്തിയിടുന്ന അയാളുടെ സമ്പത്തും ഫാക്ടറീസും എല്ലാം കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടി അയാളുടെ മക്കൾ സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുള്ള പണവും എല്ലാം കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, സർജി, അടുത്ത 20 തലമുറയ്ക്ക് വേണ്ടിയുള്ള പണം അങ്ങിപ്പോൾ തന്നെ സമ്പാദിച്ചു കഴിഞ്ഞു. പുള്ളി ഒരൊറ്റ കരച്ചിൽ. അപ്പോൾ എൻ്റെ 21ാം തലമുറ എന്തോ എടുക്കുമെന്ന്. ഇതാണ് നമ്മളുടെ പ്രശ്നം. എനിക്ക് പലപ്പോഴും എനിക്ക് ഈ പിള്ളേരെ കുറിച്ച് ഭയങ്കര കഷ്ടം തോന്നാറുണ്ട്. എന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാ അപ്പനും അമ്മയും ഉണ്ടാക്കി കൊടുത്തിരിക്കും. ഇവന്മാർ പിന്നെ എന്തോ ചെയ്യും? ഇവന്മാർ പിഴച്ചു പോയില്ലെങ്കിലല്ല ഉള്ള അത്ഭുതം. കാര്യം അവന് ജോലിയൊന്നുമില്ലല്ലോ. അവന് വേണ്ടിയുള്ളതെല്ലാം എന്താണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുക. അത് നമ്മുടെ ചുമതലയാണെന്നാണ് നമ്മുടെ ചിന്ത. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് എത്ര പേർക്ക് ഇത്ര വലിയ ഇൻഹെറിറ്റൻസും കൊണ്ടൊക്കെ വന്ന എത്ര പേരുണ്ട്? നമ്മളുടെ തലമുറയൊക്കെ അല്ല ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലേ? ഈ പുറത്തും ഗൾഫിലും അമേരിക്കയിലും ജർമ്മനിയിലും ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെ പോയി താമസിക്കുന്നവരോടൊക്കെ ഞാൻ അവിടെയൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തോ കൊണ്ടാണ് ഇങ്ങോട്ട് വന്നേ? എന്തോ കൊണ്ടാണ്? നിങ്ങൾ വല്യപ്പൻ ഉണ്ടാക്കി തന്ന കാശും കൊണ്ടാണോ ഇങ്ങോട്ട് വന്നേ? അല്ലല്ലോ. ഈ മണലാരണ്യത്തിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ അല്ലെങ്കിൽ ജർമ്മനിയിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ആരും സഹായത്തിനില്ലാതിരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം തന്നെന്ന് നിങ്ങൾക്ക് അത് പറയും. ഞാനൊന്നുമില്ലാത്തവനായി ഇവിടേക്ക് വന്നു, ദൈവം എനിക്കെല്ലാം തന്നു. പക്ഷേ എൻ്റെ മോൻ അത് കൊടുക്കുമെന്ന് എനിക്ക് സംശയം, അതുകൊണ്ടാണ് അവന് വേണ്ടി ഞാനിതെല്ലാം ഉണ്ടാക്കുന്നത്, ഇല്ലേ? എന്നല്ലേ നമ്മുടെ ചിന്ത. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയത്തില്ലയോ, എടാ ഞാൻ വന്നപ്പോൾ എനിക്കൊന്നുമില്ലായിരുന്നു, ദൈവം എനിക്കെല്ലാം തന്നു, എൻ്റെ മോനെ ഒന്നും വേണ്ട, അവനെ ദൈവം കൊടുക്കും എന്നാരും പറയത്തില്ലല്ലോ. അപ്പോൾ ദൈവം എന്തോ നിങ്ങളുടെ കാലഘട്ടത്തിലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ എന്നെ മരിച്ചു പോകും. എന്തുവാ ഈ പറയുന്നേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചു കൂട്ടുന്നത് ബിബ്ലിക്കൽ പ്രിൻസിപ്പിളിനനുസരിച്ചുള്ളതല്ല. നമ്മുടെ തലമുറകളെ ദൈവം പോറ്റി പുലർത്തുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഈ ജങ്ക് വലിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് പറയുന്നത് നടക്കത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ട് നമ്മളുടെ നിലയിൽ ജീവിക്കാനായിട്ട് പഠിക്കണം. തലമുറകൾക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടുന്ന പരിപാടി നിർത്തണം. അവനും എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അവനെ പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിച്ചോ, അതിനൊന്നും ഞാൻ പറയുന്നില്ല. അവന് ജീവിക്കാനുള്ള കഴിവ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, പക്ഷെ ജീവിക്കാനുള്ള വക നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. ജീവിക്കാനുള്ള വക നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അത് എക്സ്ട്രാ വെയിറ്റ് ആണ്. അത് നിങ്ങളെയും നശിപ്പിക്കും, അവനെയും നശിപ്പിക്കും. നിങ്ങൾ പഠിക്കേണ്ട പാഠമാണത്. ജീവിക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുത്തു, അവന് പഠിക്കാനുള്ള സാഹചര്യം, അവന് ആത്മീയമായി വളരുവാനുള്ള സാഹചര്യം, ബുദ്ധിപരമായി വളരുവാനുള്ള സാഹചര്യം, അവൻ്റെ കാര്യം. ദൈവം നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് അവരെ ഹോളിസ്റ്റിക് ആയിട്ട് എല്ലാ രീതിയിലും അവരുടെ ഫിസിക്കൽ, ഇൻ്റലക്ച്വൽ, സ്പിരിച്വൽ എല്ലാ നിലയിലുള്ള വളർച്ചയും നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങൾ അവൻ്റെ നല്ല സ്റ്റുവാർഡായിട്ട് വളർത്തിക്കോ. ഐ എം നോട്ട് അഗൻസ്റ്റ് ദാറ്റ്. പക്ഷേ അവന് ജീവിക്കാനുള്ള വകയുണ്ടാക്കി കൊടുത്താൽ അവന് ഒന്നും ചെയ്യാനില്ലാത്തവനായി നശിച്ചു പോകത്തേ ഉള്ളൂ. അതിന് സംശയമൊന്നുമില്ല. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഇല്ലേ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജങ്ക് വലിച്ചു കൂട്ടുന്ന കാര്യം നിർത്തുക. ഇനി വരും തലമുറയ്ക്ക് വേണ്ടി സമ്പാദിക്കുന്നത് കൂടാതെ നമ്മൾ കടം വാങ്ങിക്കുന്ന വേറൊരു വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളുടെ ലൈഫ് സ്റ്റൈല് മറ്റൊരാളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് താരതമ്യപ്പെടുത്തി അവനെ പോലെ ജീവിക്കാൻ പരിശ്രമിക്കുന്നത് കൊണ്ടാണ്. എക്കണോമിക്സിനകത്ത് ഒരു തിയറി ഇങ്ങനെയുണ്ട്. പണ്ട് കാലത്ത് ഇപ്പം നമ്മൾ ലളിതവൽക്കരിച്ച് പറഞ്ഞാൽ, പണ്ട് കാലത്ത് നമ്മളുടെ ചെലവ് എന്ന് പറയുന്നത് നമ്മുടെ വരുമാനവുമായിട്ട് ബന്ധപ്പെടുത്തിയായിരുന്നു. എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു വൈ, ഇൻകം. എക്സ്പെൻസിനെ നിർണ്ണയിക്കുന്നത് എന്താണ്? നിങ്ങളുടെ വരുമാനം. വരുമാനം ഉണ്ടെങ്കിൽ ചിലവാക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ബിസിനസ്സും മറ്റും വളർന്ന ഒരു സാഹചര്യത്തിൽ ബിസിനസ്സുകാർക്കുള്ള ഒരു വലിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിസിനസ്സുകാരൻ്റെ ചിന്ത നാളെ എല്ലാം ശരിയാകുമെന്നാണ്. ബിസിനസ്സുകാർ ഒത്തിരി പേരുണ്ടല്ലോ, അവരെല്ലാവരും ആലോചിച്ചു, ഇന്നിപ്പോൾ ഇച്ചിരി പ്രയാസമാണെങ്കിലും നാളെ എല്ലാം ശരിയാകും. അപ്പം നാളെ ഇൻകം കൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബിസിനസ്സുകാരൻ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ജോലിക്കാരും അങ്ങനെ ചിന്തിക്കുന്നത്, നാളെ പ്രൊമോഷൻ കിട്ടും, നാളെ കാര്യങ്ങൾ, നാളെ എല്ലാം ബെറ്റർ ആകും, നാളെ കൂടുതൽ ഇൻകം ഉണ്ടാകും. അതുകൊണ്ട് നാളെ ഉണ്ടാകാനുള്ള ഇൻകം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ഇന്നേ ചെലവാക്കാൻ തുടങ്ങും. അതാണ് യുവർ എക്സ്പെൻഡിച്ചർ. ടുഡേയ്സ് എക്സ്പെൻഡിച്ചർ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഫ്യൂച്ചർ ഇൻകം. നമ്മളുടെ ഭാവിയിലെ ഇൻകം വെച്ചാണ് നമ്മൾ ഇന്ന് ചിലവാക്കുന്നത്. എന്നാൽ ഈ ആധുനിക കാലയളവിൽ സംഭവിച്ച ഒരു പ്രശ്നം,
യുവർ എക്സ്പെൻഡിച്ചർ ഡിപ്പെൻഡ്സ് അപ്പോൺ ജോൺസസ് ഇൻകം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽവക്കക്കാരൻ്റെ ഇൻകം കൂടുന്നതനുസരിച്ച് എൻ്റെ ചെലവ് കൂടും. അയൽവക്കക്കാരന് പ്രൊമോഷൻ കിട്ടുമ്പോൾ അവൻ ഇപ്പോഴുള്ള ഫ്രിഡ്ജ് മാറ്റി ചിലപ്പം 450 അല്ലെങ്കിൽ 600 ലിറ്ററിൻ്റെ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചെന്നിരിക്കും. അതിൻ്റെ ആവശ്യമൊന്നും എൻ്റെ വീട്ടിലില്ല. കാര്യം എൻ്റെ വീട്ടിൽ ആകെപ്പാടെ ഞാനും ഭാര്യയും ഒരു കൊച്ചുമായിരിക്കും ഉള്ളത്. പക്ഷേ അവൻ 600 ലിറ്ററിൻ്റെ ഫ്രിഡ്ജ് വാങ്ങിച്ച് ഒരു വലിയ ഒരു ഫ്രീസറും കൂടെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കും, അവൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് വാങ്ങിക്കാതിരിക്കാൻ കഴിയത്തില്ല. അവൻ്റെ ഇൻകം കൂടിയിട്ട് അവൻ വാങ്ങിച്ചത്. അവൻ്റെ ഇൻകം കൂടിയപ്പോൾ അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ കാറ് കളഞ്ഞിട്ട് അവനൊരു പുതിയ കാറ് വാങ്ങിച്ചു. പക്ഷേ നമ്മുടെ ഇൻകം കൂടിയില്ല, എന്നാലും നമുക്ക് എന്ത് ചെയ്താലേ പറ്റുള്ളൂ? പുതിയ കാറ് വാങ്ങിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അയൽവക്കക്കാരൻ്റെ ഇൻകമാണ് എൻ്റെ ഇന്നത്തെ ചെലവിനെ നിയന്ത്രിക്കുന്നത് എന്ന നിലയിലേക്ക് ഇന്ന് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ എൻ്റെ ഇൻകം ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നാച്ചുറലി ഞാൻ കടം വാങ്ങിക്കും. അല്ലാതെ എന്താ ചെയ്യുന്നത്? കടം തരാനായിട്ട് ഇപ്പോൾ ഒരിച്ചിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും കടം തരാനായിട്ട് ആളുകൾ ഇങ്ങനെ നോക്കി നടക്കുകയാണ്, ഇല്ലേ? നമ്മളിങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഒരു 2 കൊല്ലം മുമ്പ് വരെയുള്ള ചരിത്രം ഞാൻ പറയാം. വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കാറിൻ്റെ ഒരു ഹോർഡിങ്ങിലോട്ട് ഒന്ന് നോക്കിയാൽ, ഒരു ഫ്ലെക്സിലോട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ ഉടനെ ഒരുത്തം വന്നിട്ട്, സർ യു ആർ ലുക്കിംഗ് ഫോർ എ ന്യൂ കാർ. ഞാൻ വരട്ടെ വീട്ടിലോട്ട്. എന്തിനാ? ലോൺ, ഇല്ലേ? ഓടി നടന്ന് ലോൺ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ ഒരു സ്വല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു വിമോചനം പ്രാപിക്കാത്തിടത്തോളം കാലം യേശുക്രിസ്തുവിനോട് അനുരൂപനാകാനായിട്ടുള്ള നമ്മുടെ യാത്രയിൽ, നമ്മുടെ ഓട്ടത്തിൽ നമ്മൾ സ്ഥിരതയോടെ ഓടുക എന്ന് പറയുന്നത് നടക്കത്തില്ല. അതുകൊണ്ട് യാതൊരു രീതിയിലും ജങ്ക് വലിച്ചു കൂട്ടത്തില്ല എന്ന് ഞാൻ തീരുമാനിക്കണം. കഴിവതും എന്ന വാക്ക് ഞാൻ വേണമെങ്കിൽ ഉപയോഗിക്കാൻ വിടുകയാണ്. കടം വാങ്ങിക്കാതിരിക്കാൻ പരിശ്രമിക്കണം. കടം എന്ന് പറയുന്നത് ഒരു വലിയ കെണിയാണ്, വലിയ കെണിയാണ്. നിങ്ങളുടെ ഭാര്യയെ ആശുപത്രിയിലാക്കിയപ്പം തിരിച്ചു കൊണ്ടുവരാൻ സമയമില്ല, അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത സമയത്ത് വേണമെങ്കിൽ കടം വാങ്ങിച്ചോ, ഞാൻ എതിർക്കുന്നൊന്നുമില്ല. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിലും ദൈവം തരികയൊക്കെ ചെയ്യും. പിന്നെ അത്രയും കാത്തിരിക്കാൻ വയ്യാത്തത് കൊണ്ട് എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, അച്ഛാ ഞാൻ കുറച്ചു നേരം നോക്കി വിശ്വാസത്താൽ ജീവിക്കാൻ പറ്റുമെന്ന്. പറ്റിയില്ല, ഇച്ചിരി പൈസ അയച്ചു തരണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, കുഴപ്പമില്ല. അപ്പോൾ വിശ്വാസത്താൽ പിടിച്ചിരിക്കാൻ ഒത്തിരിയൊക്കെ പരിശ്രമിച്ച് നോക്കി, പക്ഷെ പറ്റുന്നില്ല. വാടക കൊടുക്കാൻ സമയമായി. അപ്പം ചില കാശ് അയച്ചു തരണം. തമാശയ്ക്കാണ് പറഞ്ഞതെങ്കിലും അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ നമ്മുടെ ഈ ഫെയ്ത്ത് ലിവിങ് എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നൊന്നും വേദോസം പഠിപ്പിക്കുന്നില്ല. വേദോസം പഠിപ്പിക്കുന്നത് എല്ലാവരും വിശ്വാസത്താൽ ജീവിക്കണമെന്ന്. എല്ലാവരും അങ്ങനെ തന്നെ ജീവിക്കാൻ പഠിക്കണം. എന്തിനും ഏതിനും ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ഫെയ്ത്ത് ലിവിങ് എന്ന് പറയുന്നത്. എന്തിനും ഏതിലും, ഏത് കാര്യത്തിനും, എൻ്റെ ഭക്ഷണത്തിനും, എൻ്റെ ജോലിക്കും, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും, എൻ്റെ ജീവിതത്തിനും എല്ലാം ദൈവത്തിൽ ആശ്രയിക്കാൻ ഞാൻ തയ്യാറാവുമ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഫെയ്ത്ത് ലിവിങ്ങിലേക്ക് കയറുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും അത് സഹായിക്കും. ഈ കടം വാങ്ങിക്കുന്ന സിസ്റ്റം നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ഓടുന്നത് സുവിശേഷ വേലക്കാർ മാത്രമൊന്നുമല്ലല്ലോ. നമ്മളെല്ലാവരും ഓടുകയാണെങ്കിൽ നമ്മളെല്ലാവരും തീരുമാനിക്കണം, ഞാനൊരു എക്സ്ട്രാ വെയിറ്റ് ഉണ്ടാക്കത്തില്ല. കടം ഒരു എക്സ്ട്രാ വെയിറ്റ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. നമ്മളെ സ്ലോ ആക്കുന്നതായ ഒരു എക്സ്ട്രാ വെയിറ്റ്. ഈ ക്രെഡിറ്റ് അല്ലെങ്കിൽ ലോണോ ക്രെഡിറ്റ് കാർഡോ, ഇവിടെ ക്രെഡിറ്റ് കാർഡൊന്നും അത്രയും കോമൺ അല്ലെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇങ്ങനെ ഈ ലോണിനകത്ത് കിടന്ന് കളിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് കൂടുതൽ പണിയെടുക്കേണ്ടി വരുന്നതും, കൂടുതൽ അധ്വാനിക്കേണ്ടി വരുന്നതും, കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരുന്നതും എല്ലാം എന്തുകൊണ്ടാണ്? ബിക്കോസ് അടച്ചു തീർക്കാനുള്ള പണത്തെക്കുറിച്ചുള്ള വലിയ ഒരിതാണ്. അപ്പോൾ ഈ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചു വാരി വാങ്ങിക്കാൻ വേണ്ടിയാണ് മിക്ക സമയത്തും ഈ കടമെല്ലാം നമ്മൾ വലിച്ചു കൂട്ടുന്നത് എന്നുള്ളത് സംശയമില്ല. സാത്താൻ നമ്മളോട് പറയുന്ന ഒരു വലിയൊരു കള്ളത്തരമുണ്ട്. അതിനെന്നറിയാമോ? ഇപ്പോഴത്തെ നിന്റെ വരുമാനം കൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സാത്താൻ നമ്മളോട് പറയുന്ന വലിയൊരു കള്ളത്തരമാണ്. ഇപ്പോഴത്തെ നിന്റെ വരുമാനം കൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഇതിൻ്റെ ഇരട്ടി ഉണ്ടെങ്കിലേ നിനക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ സത്യം, ഇപ്പോഴുള്ളതിൻ്റെ പകുതിയെ ഉള്ളെങ്കിലും നമ്മൾ ചത്തുപോകത്തൊന്നുമില്ലെന്നുള്ളതാണ്. ഇപ്പോഴുള്ളതിൻ്റെ പകുതി വരുമാനമായിട്ട് നമ്മുടെ വരുമാനം കുറഞ്ഞാലും കുറെ കൂടെ സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ജീവിക്കാമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ ഓട്ടത്തിൽ ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്, അതിനെ വിടാനാണ് പറഞ്ഞിരിക്കുന്നത്, ലേ സൈഡ്. എന്തുകൊണ്ടാണ് ഭാരം കൂട്ടണ്ടെന്ന് എബ്രായ ലേഖനകാരൻ പറയുന്നത്? ഈ ഓട്ടത്തിൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം എന്താണോ അത് ഈ ഓട്ടം ഡിസൈൻ ചെയ്ത ആള് അതാത് സ്ഥാനത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് പല സമയത്തും നമ്മൾ ഈ ജങ്ക് വലിച്ചു കൂട്ടിക്കൊണ്ട് ഓടുന്നത്. എക്സ്ട്രായാ, അത് നമ്മൾ മനസ്സിലാക്കണം. ഓട്ടം ഓടുമ്പോൾ
നമ്മൾ അതിനിടയ്ക്ക് നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നിങ്ങൾ ചിലരെങ്കിലുമൊക്കെ രാജധാനി എക്സ്പ്രസ്സിലൊക്കെ കയറിയിട്ടുള്ളവരായിരിക്കും. രാജധാനി എക്സ്പ്രസ്, ഇപ്പോൾ ഈ രാജധാനി എക്സ്പ്രസ്സിൽ കയറി കഴിയുമ്പം ഒരാൾ രാജധാനിയിൽ കയറാനായിട്ട് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ ചെന്ന് നിൽക്കുകയാണെന്ന് വെച്ചോ. നിന്നപ്പോഴത്തേക്ക് ഒരു ബെഡ്റോളും 2 ക്യാനിനകത്ത് നിറച്ച് വെള്ളവും 2 ദിവസം ട്രെയിനിൽ കഴിക്കേണ്ടതായ എല്ലാ ഫുഡും പുതപ്പും ബെഡ്ഷീറ്റും എല്ലാം കൂടെ ഒരുമിച്ച് വലിയ ഭാരവുമായിട്ട് വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെന്ന് വെച്ചോ, എവിടെ പോവാ? എന്നോട് ഞാൻ ഡൽഹിക്ക് പോവാം. എങ്ങനെ പോകുന്നത്? രാജധാനി. ഇതൊക്കെ എന്തിനാ? അല്ല, ട്രെയിനെ ചിലപ്പം AC-ക്കകത്ത് അത് തണുത്താൽ അറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, നിങ്ങൾ എന്താ വിഡ്ഢിയാണ്, ഇതെന്തോ ഈ ക്യാനിനകത്ത് അത് വെള്ളം. അതെ, എനിക്ക് ഈ അവിടുന്ന് ഇവിടുന്ന് വെള്ളം കുടിക്കാൻ, സ്റ്റേഷനിലെ വെള്ളം ഒന്നും കുടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ 2 ക്യാനിനകത്ത് വെള്ളം കൊണ്ടുപോകാം. അയ്യോ, ഈ ഫുഡോ? അല്ല, വല്ലതും കഴിക്കണ്ടേ ട്രെയിനിൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, ഇവൻ എന്ത് വിഡ്ഢിയാ. കാര്യം രാജധാനി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിനക്ക് ആവശ്യമായിട്ടുള്ള ബെഡ്റോളും നമ്മളുടെ ഒരു കുപ്പി വെള്ളം കൊണ്ട് തീരുന്നതിന് മുമ്പ് കൊണ്ടുവെക്കാൻ അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു പരിചാരകനും നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റാത്തതുപോലെ ഉള്ള ഫുഡും. രാജധാനിയിലെ ഫുഡ് നിങ്ങൾ ഓൾമോസ്റ്റ്, ഐ എം ക്വൈറ്റ് ഷുവർ, നമ്മൾ കഴിച്ച് തീർക്കത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം കൂടെ വലിച്ചു കെട്ടിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ യാത്ര, സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്ര എയർ അറേബ്യയിലൊന്നുമല്ല, ജെറ്റ് ലൈറ്റിലല്ല. അത് നമുക്ക് വേണ്ടി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ആ ഓട്ടക്കളത്തിലേക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട്. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളിലൊന്നാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, ഈ ഓട്ടത്തിൽ യാതൊരു രീതിയിലുള്ള ചിന്താകുലങ്ങളും, ഇതുവരെ ഞാൻ പറഞ്ഞത് വസ്തുക്കളുടെ കാര്യമാണ്. യെസ്, ദാറ്റ്സ് എ ഫാക്ട്. ഈ വസ്തുക്കൾ ആവശ്യമില്ലാത്ത, നമ്മൾ ഇന്ന് തന്നെ ഒന്ന് പോയി നോക്കണം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ജങ്കാ നമ്മൾ വലിച്ചു കൂട്ടിയിട്ടിരിക്കുന്നത്. അതൊക്കെ വലിച്ചു വാരി ആർക്കെങ്കിലും ഒക്കെ കൊടുക്ക്. ഒന്നുമല്ലെങ്കിൽ ആ വീടുമൊക്കെ ഒന്ന് വൃത്തിയായിരിക്കട്ടെ. ഈ ജങ്കെല്ലാം കൂടെ വെച്ച് അലമാരിക്കകത്ത് കുത്തി കയറ്റി എന്താ ഒരു സാധനം വെക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ എന്തിനെങ്ങനെ ജീവിക്കുന്നത്? ലെറ്റ് ബി ഫ്രീ. ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തന്നാൽ പോലും കൊണ്ട് വെക്കാൻ പോലും സ്ഥലമില്ലല്ലോ, ഇല്ലേ? അതുകൊണ്ട് ഈ ജങ്കെല്ലാം കൂടെ ആദ്യം വലിച്ചു കൂട്ടി ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കണം. അപ്പം തന്നെ നിങ്ങളുടെ മനസ്സിന് ഭയങ്കര സ്വസ്ഥതയാകും. നിങ്ങൾക്ക് ഓട്ടം നല്ല സ്ഥിരമായിട്ട് ലൈറ്റായിട്ട്, ട്രാവൽ ലൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ലൈറ്റായിട്ട് ട്രാവൽ ചെയ്യാൻ, ലൈറ്റായിട്ട് ഓടാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇനി വസ്തുക്കളില്ലാത്തവർക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ചിന്താഭാരം എന്ന് പറയുന്നത്. വസ്തു ഉള്ളവർക്കും ചിന്താഭാരമുണ്ട്, ഇല്ലാത്തവർക്കും ചിന്താഭാരമുണ്ട്. ഞാൻ ചിലപ്പം ആലോചിക്കാറുണ്ട്, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വളരെ ധനികനായ ഒരു യുവാവ് കർത്താവിൻ്റെ അടുത്ത് വന്നു, കർത്താവെ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ, എന്താണ് കൽപ്പനകൾ എന്താണ്? അവൻ പറഞ്ഞു, ഞാൻ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്. കർത്താവ് അവനെ നോക്കി, അവനെ സ്നേഹിച്ചു. എന്താണെന്നറിയാമോ? കർത്താവിന് ഭയങ്കര സന്തോഷം തോന്നി. ഇവിടെ ഇക്കാലത്തൊരു ചെറുക്കൻ വന്ന് ഞാൻ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കാൻ പറ്റുമോ? ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അവൻ പറയാണ്, യെസ്, ഐ എം ഒബേയിങ് ഓൾ ദ കമാൻഡ്മെന്റ്സ്. ഞാൻ എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നുണ്ട്. നല്ല പയ്യനായവൻ, ചെറുപ്പം തൊട്ട് നന്നായിട്ട് ജീവിച്ചവനാണ്. അങ്ങനെയുള്ളവരോട് ദൈവത്തിന് ദേഷ്യമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മുടെയൊക്കെ ചിന്ത ഈ ചുമ്മാ ഉള്ള കളർഫുൾ ടെസ്റ്റിമണീസ് എല്ലാം കേട്ട് വല്ലവനെ കുത്തിക്കൊന്നേച്ച് വന്നാലേ കർത്താവിനോട് നമ്മളോട് ഇഷ്ടമുള്ളെന്നാ നമ്മുടെ ചിന്ത. അല്ലെങ്കിൽ കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് എല്ലാം ജീവിതം മുഴുവൻ കളഞ്ഞേച്ച് വന്നാലേ കർത്താവിന് നമ്മളോട് സ്നേഹമുള്ളൂ. മാനമര്യാദയ്ക്ക് ജീവിച്ചേച്ച് വന്നാൽ കർത്താവിന് നമ്മളോട് സ്നേഹമില്ലെന്നാ നമ്മുടെ ചിന്ത. അതുകൊണ്ട് എന്താണ്, ഞാൻ ഒരു പ്രാവശ്യം കൊല്ലത്ത് ഒരു പ്രാവശ്യം ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അച്ഛൻ ഞങ്ങളൊക്കെ ഇപ്പോഴേ അങ്ങ് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോ ഈ സാക്ഷ്യം പറയുന്നത് പിള്ളേരാ, സ്കൂളിലെ കോളേജ് പഠിക്കുന്ന പിള്ളേരാ. അപ്പോൾ സാക്ഷ്യം പറയണമെങ്കിൽ ഇച്ചിരി അടിച്ച് പൊളിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ച്, അല്ലവരും ഞങ്ങൾ എന്തോ വന്ന് സാക്ഷ്യം പറയുന്നു. പ്രിയമുള്ളവരെ, സാക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾ പിശാചിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നതല്ല, അതങ്ങ് നിർത്തണം. നമ്മുടെ ഇവിടുത്തെ ഈ സാക്ഷ്യങ്ങൾ, ഈ കളർഫുൾ ടെസ്റ്റിമണീസ് ഒരിക്കലും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പാടില്ല. അവൻ എന്തെല്ലാം കാര്യങ്ങൾ പിശാചിന് വേണ്ടി ചെയ്തെന്നുള്ളത് ഇവിടെ വന്ന് വിളിച്ചു പറയാൻ, ഈ വിശുദ്ധ സഭായോഗത്തിന് വന്ന് വിളിച്ചു പറയാൻ നാണമില്ലയോ? എന്തിനാ അതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തെന്ന് പറ, അതാ സാക്ഷ്യം. അല്ലാതെ എന്താ സാക്ഷ്യം? കോളേജിലായിരുന്നപ്പം കാണിച്ചിട്ടുള്ള എല്ലാ തോന്നിയാസങ്ങളും വിശുദ്ധ സഭായോഗത്തിന് വന്ന് വിളിച്ച് കയറ്റി ഈ പാവം പിടിച്ച കൊച്ചു പിള്ളേരുടെ മനസ്സിലൂടെ ഇതെല്ലാം കൂടെ പഠിപ്പിച്ചു വിടാനാണോ കർത്താവ് ഉദ്ദേശിക്കുന്നത്? അല്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കർത്താവ് ഒരു വ്യക്തിയെ നോക്കി കർത്താവ് എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെങ്കിലും സ്നേഹിച്ചു എന്ന് കൃത്യതയോടെ എഴുതിയിരിക്കുന്ന ഒരു പ്രധാന ഭാഗമാണ് ആ റിച്ച് റൂളറെ കണ്ടിട്ട് അവനെ നോക്കി, അവനെ സ്നേഹിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? കൽപ്പനകൾ അനുസരിക്കുന്നവരോട് ദൈവത്തിന് ദേഷ്യമൊന്നുമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവനോട് വിരോധമൊന്നുമില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുഡ് ന്യൂസിൽ എഴുതിയൊരു ആർട്ടിക്കിൾ, നോട്ടം തെറ്റിയ ആട് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഞാൻ എഴുതിയിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 99 ആടുകളെ വിട്ടേച്ച് അവൻ ഒരു ആടിനെ തിരക്കിപ്പോയി, ഇല്ലേ? ശരിയാണ്. പക്ഷേ ഈ 99 ആടിനോട് അവന് വിരോധമൊന്നുമില്ല. വഴി തെറ്റിപ്പോയ ഈ ഒരു ആടിനെ മാത്രമേ കർത്താവ് സ്നേഹിക്കുന്നുള്ളൂ എന്ന് ചിന്തിക്കരുത്. 99 ആടിനെ കുറിച്ച് ഒരു പക്ഷേ കർത്താവിന് കൂടുതൽ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് അതിനെ ഇട്ടേച്ച് പോയത്. അത് നമ്മൾ മനസ്സിലാക്കണം. ബാബുച്ചറിയൻ പാസ്റ്റർ MI പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ച് കണ്ട സമയത്ത് പറയായിരുന്നു, സജു അതിനകത്തൊരു കാര്യമുണ്ട്. ഈ 99 ആടിനെ നോക്കാൻ സാധാരണ ഇടയന്മാർ മതി, അല്ലെങ്കിൽ ഇടയൻ്റെ അസിസ്റ്റൻസ് മതി, അസിസ്റ്റൻ്റ് ഇടയന്മാരൊക്കെ മതി. ഏത്? ഈ 99 ആടിനെ നോക്കാൻ. എന്നാൽ ഈ മറ്റേ ആടിനെ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർ തൊഴിക്കും. അതുകൊണ്ടാണ് ഇതിനെ തിരക്കാൻ നേരം അസിസ്റ്റൻ്റ് ഇടയനെ വിടാഞ്ഞത്. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പോയി മറ്റേ ഇടയൻ ചെന്ന് കഴിഞ്ഞാൽ എവിടാടാ പോയത്, നോക്കി നടക്കണ്ടായിരുന്നോടാന്നൊക്കെ പറഞ്ഞ് 2 തല്ല് കൊടുത്ത് കഴിഞ്ഞിട്ടേ പിന്നെ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് ചിന്തിച്ചു, ഇവന്മാരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, ഞാൻ തന്നെ പോയി ഇതിനെ ഇനിയും ഇവന്മാർ നടത്തിക്കൊണ്ട് വരും. പകല് നടന്നിട്ട് വഴി തെറ്റിയ ആടാ, ഇനി ഇതിനെ രാത്രി നടത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് എവിടെ പോകുന്ന ആർക്കറിയാം എന്നുള്ള ഭയം കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ചെന്ന് അതിനെ തോളിലേറ്റി കൊണ്ടുവന്നു. ഇല്ലേ? കാര്യം ശരിയാണ്. പക്ഷേ ബാക്കിയുള്ള 99 ആടിനോട് കർത്താവിന് വിദ്വേഷമുണ്ടെന്ന് ചിന്തിക്കരുത്. ഈ വ്യക്തിയുടെ കാര്യത്തിലും സെയിം കാര്യമാണ്, അല്ലേ? ഈ റിച്ച് റൂളറെ, അവൻ ആ ധനികനായ യുവാവിനെ കർത്താവ് നോക്കി അവനെ സ്നേഹിച്ചു. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, മോനെ, നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ എല്ലാം നീ അനുസരിക്കുന്നു എന്ന് എനിക്ക് ഒരു സംശയം. നിനക്ക് ഒരു കുറവുണ്ട്. ബാക്കിയൊക്കെ നീ അനുസരിക്കുന്നുണ്ട്, ഒരു കുറവ്. നീ പറഞ്ഞല്ലോ നീ നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എനിക്കൊരു സംശയം. അങ്ങനെയാണെങ്കിൽ നിൻ്റെ പൈസ കൂട്ടുകാരൻ്റെ കയ്യിലിരുന്നാലും ഒരുപോലെയല്ല ഉള്ളൂ. ഞാൻ എൻ്റെ ഭാര്യയുടെ കയ്യിൽ എൻ്റെ പൈസ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രയാസം വല്ലതും ഉണ്ടോ? ബിക്കോസ് ഐ ലവ് ഹർ ആസ് ഐ ലവ് മൈ സെൽഫ്. അപ്പോൾ എൻ്റെ കയ്യിലിരുന്നാലും ഭാര്യയുടെ കയ്യിലിരുന്നാലും ഒരുപോലെയല്ല ഉള്ളൂ. അതുപോലെ ഞാനൊരു കൂട്ടുകാരനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൈസ എൻ്റെ കയ്യിലിരുന്നാലും അവൻ്റെ കയ്യിലിരുന്നാലും ഒരുപോലെയല്ല ഉള്ളൂ. ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഉള്ളൂ. ഞങ്ങളുടെ മിഷനിലെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ATM കാർഡ് ഞങ്ങളുടെ പിള്ളേരുടെ കയ്യിലായിരിക്കുന്നത്. അവന് എടുക്കാം, പോകാം, നോക്കാം, കാണാം, എടുക്കാം. ബിക്കോസ് ഐ നോ ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് എൻ്റെ കയ്യിൽ പൈസ ഇരിക്കുന്നവരേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. ബിക്കോസ് ഐ ലവ് ദം ആസ് ഐ ലവ് മൈ സെൽഫ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കർത്താവ് പറഞ്ഞു, അങ്ങനെ നീ നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റ് ഞാനൊന്ന് തരാം. നീ വിറ്റ് നിൻ്റെ പണം നീ ദരിദ്രർക്ക് കൊടുക്കുക, അവൻ്റെ ഇരിക്കട്ടെ, അവൻ്റെ ഇരുന്നാലും എല്ലാം ഒരുപോലെയല്ല ഉള്ളൂ. നീ അവനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്നതല്ലേ. പക്ഷെ അവൻ എന്ത് ചെയ്തു? അവനതിന് മനസ്സില്ലാതെ, അവൻ വളരെ ധനികനായതുകൊണ്ട് അതിന് മനസ്സില്ലാത്തവനായി അവൻ പോയി. യേശുവിനെ അനുഗമിക്കുന്നതിന് അവന് കഴിഞ്ഞില്ല. പക്ഷെ ഇത് കേട്ടപ്പോൾ പത്രോസ് ഒരു കാര്യം ചോദിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്നാ കിട്ടാൻ പോന്നേ? സകലമൊന്നും പറയാൻ വലിയ കാര്യമായിട്ടൊന്നും ഇവൻ വിട്ടിട്ടൊന്നുമില്ല. ഇവൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഇവൻ ഏതാണ്ട് എന്തുവാ വലിയ രാജകൊട്ടാരം വിട്ടിട്ട് വന്നെന്നോ പ്രസിഡന്റ് പദവി വിട്ടിട്ട് വന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ ഉപദേശിമാരൊക്കെ സാക്ഷി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ചിലപ്പം തോന്നും, ഇവിടെ എന്തോ ഈ പറയുന്നത്, ലോകപ്രകാരം ഉണ്ടായിരുന്ന വലിയ ഉദ്യോഗമൊക്കെയും വിട്ട് കർത്താവിൻ്റെ പിന്നാലെ വരുമാനത്തൊക്കെ എന്ന് പറയുമ്പോൾ ചോദിച്ചു വരുമ്പോഴാണ് ഏതാണ്ട് പ്രൈവറ്റ് കമ്പനിയിലെ ക്ലാർക്ക് ഉദ്യോഗം കളഞ്ഞിട്ട് വന്ന കാര്യമാണ്. കേട്ടാൽ നമ്മൾ ചിന്തിക്കും ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു ഇവനെന്ന്. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഈ വിട്ടതൊന്നും ഇതുവരെ മനസ്സിൽ നിന്ന് പോയിട്ടില്ലെന്നാ, അല്ലെങ്കിൽ ഇതൊന്നും പറയത്തില്ല, അല്ലേ? എന്തോ വിട്ടെന്ന്, ഒന്നും വിട്ടെന്ന്. പത്രോസ് എന്തോ വിട്ടത്? ഒരു വല വിട്ടേച്ച് യാക്കോബും യോഹന്നാനും അപ്പനെയും പടകിനെയും കൂലിക്കാരെയും വിട്ട് യേശുവിനെ അനുഗമിച്ചു. പത്രോസിന് പടക് പോലും അത് വാടകയ്ക്കായിരുന്നു അതിൻ്റെ ചിന്ത, അല്ലെ? അതവന് വിടേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ. വല, അതോ ലൂക്കോസിന് സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത് വല നന്നാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കർത്താവ് വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം നന്നാക്കേണ്ടിയ ഒരു കീറ്റവല വിട്ടേച്ച് പോകുന്ന കാര്യത്തെക്കുറിച്ച് പത്രോസ് പറയുകയാണ്, എന്ത്? ഞാൻ സകലവും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചു.
ഞങ്ങൾക്ക് എന്നാ കിട്ടാൻ പോന്നേ? ഞാൻ പറയട്ടെ, ഈ ഇട്ടേച്ചു പോയ യുവാവും കൂടെ നിൽക്കുന്ന പത്രോസും ഒരേപോലെ തെറ്റുകാരനാണ്. ഇട്ടേച്ചു പോയവന് പണം വിട്ടുകളയാൻ മനസ്സില്ലെങ്കിൽ, ഒന്നുമില്ലാത്തവനായ പത്രോസിന് പണം അവന് കിട്ടാനുള്ള മനസ്സും അതുപോലെ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് ദരിദ്രർക്ക് മാത്രവും ധനികർക്ക് മാത്രമൊന്നുമല്ല. ആർക്കുമുണ്ട്? ദരിദ്രർക്കുമുണ്ട്. ധനികനും ദരിദ്രനും ഒരുപോലെ തന്നെ ദ്രവ്യാഗ്രഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വസ്തു ഇല്ലാത്തവനും, വസ്തു നീ ഉദ്ദേശിക്കുന്നത് നിലങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല, ദ ഗുഡ്സ്, മറ്റ് സാധനങ്ങൾ, ഓക്കെ, സാധനങ്ങളില്ലാത്തവനും എന്തുണ്ടാകാം? ചിന്താഭാരം ഉണ്ടാകാം. ജങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രാ വെയിറ്റ് എന്ന് പറയുന്നത് ഒന്ന് സാധനങ്ങളാണ്. അത് നമ്മൾ വിട്ടുകളയണം. ഈ കൺമോഹം എന്ന് പറയുന്നത് എൻ്റെ നോട്ടത്തിൽ സൂപ്പർ മാർക്കറ്റ് വരുമ്പോഴും പിന്നെ എന്നാ കടയാ ശീമാട്ടി കയറുമ്പോഴുമാണ്, ശീമാട്ടിയോ എന്തോ നിങ്ങൾ എവിടെയൊക്കെ ഏതാ കയറുന്നുള്ളത് എനിക്കറിയത്തില്ല, അവിടെ കയറുമ്പോഴാണ് ഈ കൺമോഹം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെ കോളേജിൽ പിള്ളേർ പോകുമ്പോൾ അവരുടെ മനസ്സിലൊന്നും അല്ല കൺമോഹം ഉണ്ടാകുന്നത്. കൺമോഹം എന്ന് പറയുന്നത് കാണുന്നതെല്ലാം വേണമെന്നുള്ള മോഹമാണ്. എന്ത് കൺമോഹം? ഇവന്മാർ ഈ സാരിയും ചുരിദാറൊക്കെ നിരത്തി ഇങ്ങനെ വിടർത്തി അങ്ങോട്ട് ഇടുമ്പോൾ എന്ന് നോക്കുന്നതാണ് കൺമോഹം, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പം നമ്മളൊക്കെ ചിന്തിക്കുന്നത് അതൊന്നും കൺമോഹമല്ല എന്നാണ് ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, അതാണ് കൺമോഹം. കാണുന്നതെല്ലാം ആഗ്രഹിക്കുന്നതാണ് കൺമോഹം. അല്ല, എന്താ കൺമോഹം? ലസ്റ്റ് ഓഫ് ദി ഐസ്. വെൻ ഐ സീ സംതിങ് ഐ തിങ്ക് ഐ നീഡ് ഇറ്റ് ഓർ ഐ വാണ്ട് ഇറ്റ്. ഐ നീഡ് ഇറ്റ് നമ്മളങ്ങ് ചിന്തിക്കുന്നതാണ്. എനിക്ക് ആവശ്യമുണ്ടെന്ന് നമ്മൾ പറയുന്നതാണ്. പലപ്പോഴും നമുക്ക് ആവശ്യമല്ല, നമുക്കതെല്ലാം വേണം. ആഗ്രഹം, മോഹം, ലസ്റ്റ്, അല്ലേ? അപ്പോൾ ആ രീതിയിൽ വസ്തുക്കൾ കൂട്ടിവെക്കുന്നവൻ ഓട്ടമോടാൻ കഴിയാത്തവനാണ്. രണ്ടാമത്തെ കാര്യമാണ് ചിന്താകുലങ്ങൾ, ഭാരമുള്ള മനസ്സ്. ഭാരമുള്ള മനസ്സ് ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു കാരണവശാലും നമുക്കുണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് ഭാരമുള്ള, ചിന്താകുലമായ മനസ്സ്. എന്തുകൊണ്ടാണ് ചിന്താകുലം ഉണ്ടാകുന്നത്? ആകുല ചിന്ത ഉണ്ടാകാനുള്ള കാരണം അരക്ഷിതബോധമാണ്. ഇൻസെക്യൂരിറ്റി ഫീലിംഗ് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ആകുല ചിന്ത ഉണ്ടാകുന്നത്. അത് നടക്കുമോ, ഇത് നടക്കുമോ, അത് ശരിയാകുമോ, നാളെ എനിക്ക് വല്ലതും കഴിക്കാൻ കാണുമോ, നാളെ അവിടെ പോകുമ്പോൾ ആൾക്കാർ എന്നെക്കുറിച്ച് എന്തോ പറയും, ഇങ്ങനെ പോയാൽ അവരെന്നെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുമോ? ഇതെല്ലാം എന്താണെന്നറിയാമോ? ആകുല ചിന്തയാണ്, ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ്. നമ്മളിൽ തന്നെ കോൺഫിഡൻസ് ഇല്ലാത്തപ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് കൊണ്ടാണ്, അരക്ഷിത ബോധം കൊണ്ടാണ് നമുക്ക് ആകുല ചിന്ത ഉണ്ടാകുന്നത്. ആ ആകുല ചിന്ത കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അധ്വാനിക്കുന്നത്. 127 സങ്കീർത്തനത്തിൽ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ഭാഗമാണല്ലോ. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യൻ്റെ ആങ്ഷ്യസ് ടോയിലിനെ കുറിച്ച്. അവിടെ മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. ഞാനത് വായിക്കാം. 2-ാമത്തെ വാക്യം: നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഹി ഗിവ്സ് ഹിസ് ബിലവഡ് സ്ലീപ്പ്, അവൻ ഉറക്കം കൊടുക്കും. അപ്പോൾ ഇവിടെ കഠിന പ്രയത്നം എന്ന് പറയുന്നത്, കഠിന പ്രയത്നം ദോഷമാണെന്നോ മോശമാണെന്നോ ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. എൻ്റെ ചിന്ത നമ്മളൊക്കെ നല്ല കഠിനാധ്വാനികളായിരിക്കണമെന്നാണ്. ഞാൻ കഠിനാധ്വാനിയാകാൻ പരിശ്രമിക്കുന്ന ആളാണ്. പരിശ്രമിക്കുന്നൊന്നുമല്ല, ഇല്ലാതെ കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് കഠിനമായി അധ്വാനിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ കൂന്താലിയെടുത്ത് കളച്ച കാര്യമൊന്നുമല്ല. പല സമയത്തും എന്താണ്, ഉറങ്ങാൻ സമയമില്ലാത്ത നിലയിൽ, ഉറക്കത്തിന് ആവശ്യത്തിന് ഉറങ്ങാൻ കഴിയാത്ത നിലയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്വാനം, നന്നായിട്ട് അധ്വാനിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ അതൊരു തെറ്റായ കാര്യമല്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആങ്ഷ്യസ് ടോയിൽ എന്നുള്ള വാക്കാണ്. കഠിനാധ്വാനം ഒരിക്കലും തെറ്റല്ല. അധ്വാനം ദൈവം മനുഷ്യന് കൊടുത്ത ഒരു പ്രധാനപ്പെട്ട കൽപ്പനയാണ്. ഒരു പരിധിവരെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ ആദ്യം കൊടുത്ത കൽപ്പന തന്നെ അധ്വാനിക്കാനാണ്. എന്താണ്? ഏദൻ തോട്ടത്തിൽ അവനെ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും, ടു ടിൽ ആൻഡ് കീപ് ദ ഗാർഡൻ, ഇല്ലേ? ഉണ്ടാക്കിയിട്ട് നേരെ പറഞ്ഞു പോയി വേല ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അധ്വാനിക്കുന്നത് ഒരു മോശമായ കാര്യമല്ല. അധ്വാനിച്ചു വേണം ജീവിക്കാൻ. അധ്വാനിക്കാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത്.
അതുകൊണ്ട് അധ്വാനത്തിൻ്റെ മാഹാത്മ്യം എല്ലാവരും തിരിച്ചറിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും തിരിച്ചറിയണം. എല്ലാവരും അധ്വാനിക്കണം, കുഞ്ഞുങ്ങളും അധ്വാനിക്കണം. ഏറ്റവും ചെറിയ പ്രായം മുതൽ കുഞ്ഞുങ്ങളെ അധ്വാനിപ്പിക്കണം. കാര്യം അത് ദൈവികമായ ഒരു കൽപ്പനയാണ്. എൻ്റെ മോക്കൊരു ചായ പോലും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറയുന്നത് വലിയ ആനക്കാര്യമൊന്നുമല്ല. എൻ്റെ മോള് മന്ദബുദ്ധിയാണെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വേർഷനാണെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ മോക്കൊരു ചായ പോലും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറയുന്നത് എന്താ ഉണ്ടാക്കാൻ അറിയാത്തത്? അധ്വാനിക്കാൻ പഠിപ്പിക്കാത്തത് കൊണ്ടാണ്, ഇല്ലേ? എൻ്റെ മോള് മന്ദബുദ്ധിയാണെന്ന് ആരെങ്കിലും വളരെ അഭിമാനത്തോടെ പറയുമോ? അവൾക്ക് എന്തോ പറഞ്ഞാലും തലേ കയറത്തില്ല, അവളൊരു മഫ, അവൾ പഠിക്കാനൊന്നും സ്കൂളിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല, ഒന്നും അവൾക്ക് അറിയത്തില്ല, അവൾക്ക് കണക്കൂട്ടാനും അറിയത്തില്ല, അക്ഷരം എഴുതാനും അറിയത്തില്ല എന്നൊക്കെ പറയുന്ന അഭിമാനത്തോടാണോ? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവളുടെ ഒരു പഠനമാണ് ചായ ഉണ്ടാക്കാൻ പഠിക്കുക എന്ന് പറയുന്ന ഒരു പഠനമാണ്, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കുക എന്ന് പറയുന്ന ഒരു പഠനമാണ്, മുറ്റം തൂക്കുക എന്ന് പറയുന്നത് ഒരു പഠനമാണ്, മുറി വൃത്തിയാക്കുക എന്ന് പറയുന്നൊരു പഠനമാണ്. അതെല്ലാം പിള്ളേർ പഠിച്ചിരിക്കണം, പിള്ളേർ പഠിക്കണം. അപ്പോൾ അധ്വാനം വളരെ അത്യാവശ്യമാണെങ്കിലും ആകുലതയോടുകൂടെയുള്ള അധ്വാനം ആവശ്യമില്ല. നമ്മുടെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അധ്വാനം പലപ്പോഴും ആകുലതയോടുകൂടെയാണെന്നുള്ളതാണ്. അതായത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എൻ്റെ ആവശ്യങ്ങൾ നടന്നാലോ നടന്നില്ലെങ്കിലോ എന്നുള്ള പേടിയിലാണ് നമ്മൾ കൂടുതൽ അധ്വാനിക്കുന്നത്. കൂട്ടിവെക്കാനുള്ള നാളെയെക്കുറിച്ചുള്ള ആകുലതയിൽ നിന്നാണ്. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു കല്യാണം കഴിച്ചൊക്കെ വന്നൊരു പെങ്കൊച്ച് അവളെന്ന് പറഞ്ഞു, അതേ സായിച്ചായ, നിങ്ങൾ ഉപദേശിമാരാ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ തരും, പക്ഷേ ഞങ്ങൾക്ക് വല്ലതൊക്കെ അധ്വാനിച്ച് കൂട്ടി വെച്ചെങ്കിലേ പറ്റൂ, ഞങ്ങൾക്കൊന്നും ആരും തരാനൊന്നും കാണത്തില്ല. അപ്പോൾ കല്യാണം കഴിച്ച് വന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, നീ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും നിൻ്റെ ഭർത്താവിൻ്റേതും കൂടെ എല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കാണും? 1 കോടി കാണുമോ? 1 കോടിയൊന്നും കാണത്തില്ല. പിന്നെ പറഞ്ഞ് അവൾ ഒടുങ്ങി പറഞ്ഞു, ഒരു 50 ലക്ഷം രൂപ കാണും. ശരിയാ, അത്രയും കാണും. ഭർത്താവിൻ്റേതും അവൾ കൊണ്ടുവന്നതും എല്ലാം കൂടി 50 ലക്ഷം കാണും. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, ഇപ്പം നല്ല ഒരു അസുഖം വന്നാൽ 50 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നും അല്ല. 51 ലക്ഷം രൂപ ആവശ്യം വന്നാൽ 50 നിൻ്റെ കയ്യിലുള്ളോ? ബാക്കി 1 ലക്ഷത്തിന് വേണ്ടി ഒന്നുകിൽ നീ ദൈവത്തിൽ ആശ്രയിക്കണം, അല്ലെങ്കിൽ തെണ്ടണം. തെണ്ടിയാലും കിട്ടത്തില്ല. കടമില്ലാത്തവനെ ഒരുത്തൻ കടം കൊടുക്കത്തുള്ളൂ. കടം കയറി മുടിഞ്ഞവൻ ഒരുത്തനും ആരും ചെയ്യത്തില്ല, കടം കൊടുക്കത്തില്ല. എനിക്ക് 1 രൂപയും കടമില്ലെങ്കിൽ ആൾക്കാർ എനിക്ക് കടം തരാൻ തയ്യാറായിരിക്കും. കാര്യം എനിക്ക് വീട്ടാൻ വകയുണ്ട്. എൻ്റെ കയ്യിൽ 50 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. 50 ലക്ഷം രൂപയും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരുത്തൻ്റെ അടുത്ത് ഞാൻ കടം ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയും, ഇവിടെ സൂക്ഷിക്കണം, അവൻ്റെ 5 പൈസയുടെ വരുമാനമില്ല, അവന് കൊടുക്കരുതെന്ന് പറയും, ഇല്ലേ? എന്നാൽ 50 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാറ്റിമറിക്കാനോ 1, 2, 10 ലക്ഷം ചോദിച്ചാലും ആൾക്കാർ തരാൻ തയ്യാറായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നുകിൽ നീ തെണ്ടണം, അതിന് അങ്ങനെയും കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ നിനക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ദൈവത്തിൽ ആശ്രയിക്കുക. അതിനേക്കാളും നല്ലതല്ലേ ഈ 51 ലക്ഷത്തിന് വേണ്ടിയും ദൈവത്തിൽ ആശ്രയിക്കുന്നത്? ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര മോശം കാര്യമൊന്നുമല്ല. ദൈവം നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കും എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം അത് ചെയ്തിരിക്കും. ഇങ്ങനെയുള്ള ആങ്സൈറ്റിയുടെ ആവശ്യമില്ല. നമ്മൾ ഈ ആങ്ഷ്യസ് ആകുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്നറിയാമോ? ഉറങ്ങാൻ പറ്റുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കാൻ പോകുന്നതും. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ സങ്കീർത്തനക്കാരനൊക്കെ ശലോമോൻ എഴുതിയ ഒരു സങ്കീർത്തനം എന്ന് പറഞ്ഞത്, ഈ നമ്മുടെ ഈ ഡബിൾ ഡ്യൂട്ടിയുടെ കാലമൊക്കെ അന്നുണ്ടായിരുന്നോ? ഇല്ലേ? രാവിലെ 4 മണിക്ക് എണീറ്റ് 8 മണിക്കൂർ പണിയെടുത്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ട് നേരെ അടുത്ത ഹോസ്പിറ്റലിലോട്ട് ഓടി, അവിടെയും ജോലി ചെയ്ത്, ഇരിക്കാനും സ്ഥലമില്ല, നിൽക്കാനും സ്ഥലമില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ കാണാനും നേരമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന 2 പേര് 2 വണ്ടിയിലായിരിക്കും പോകുന്നത്. വണ്ടിയെ പോകുന്ന കൂട്ടത്തിലാവുന്നു ടാറ്റ കാണിച്ചിട്ട് പോകുന്നത്. ഭാര്യയെ കാണുന്നത് വഴി വെച്ച് ക്രോസ് ചെയ്യുമ്പോഴാണ്. ശലോമോൻ ചോദിക്കുകയാണ്, എന്തിനെങ്ങനെ അധ്വാനിക്കുന്നത്? ഇത് വളരെ വ്യർത്ഥമായ കാര്യമാണ്. തൻ്റെ പ്രിയനോ അവൻ ഉറക്കം കൊടുക്കുന്നു. ഉറക്കത്തിൽ കൊടുക്കുന്ന ഇവിടെ എഴുതിയിരിക്കുന്നത്. രണ്ടും തെറ്റല്ല. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ, നമ്മൾ ഉറങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ വിശ്രമിക്കുമ്പോൾ, ദൈവം നമുക്ക് വിശ്രമിക്കാൻ തന്ന സമയമുണ്ട്. അത് വിശ്രമിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അത് വലിയ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ ബേർഡനാണ്, നമ്മുടെ ഓട്ടത്തെ അത് തടസ്സപ്പെടുത്തുന്നു. ഇങ്ങനെ ബിസി ആക്കുന്നത് പിശാച, അതിനകത്ത് യാതൊരു സംശയമില്ല. ബിസി എന്നതിന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു നിർവചനം ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ബൗണ്ട് അണ്ടർ സൈറ്റൻസ് യോക്ക്, BUSY. സാത്താൻ നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ഒരു ചങ്ങലയാണ് നമ്മുടെ ബിസി ലിവിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിസി, വി ആർ ഓൾവേസ് ബിസി. അതുകൊണ്ട് എന്താണ്, നമുക്ക് ദൈവത്തിന് ആശ്രയിക്കാൻ പറ്റുന്നില്ല. എന്തിനാ ബിസി ആകുന്നത്? ആകുലതയോടുകൂടെ നാളെ എൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ കഴിയുമോ എന്നുള്ള സംശയത്തോടു കൂടെ നമ്മൾ പോകുന്നു. എന്തുകൊണ്ടാണ് സംശയം ഉണ്ടാകുന്നത്? സംശയം ഉണ്ടാകുന്നതിൻ്റെ കാരണം നമുക്ക് ദൈവത്തിൽ ആശ്രയമില്ല എന്നുള്ളതാണ്.
റിച്ച് ആകാനുള്ള മോഹം എന്ന് പറയുന്നത് ദൈവാശ്രയം ഇല്ലാത്തത് കൊണ്ടാണ് ധനികനാകാനുള്ള മോഹം ബാക്കി കിടക്കുന്നത്. ആർ സ്റ്റാൻലി പറഞ്ഞൊരു വാചകമുണ്ട്, ദർ ഇസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് പീപ്പിൾ ആൻഡ് പുവർ പീപ്പിൾ. ധനികരായ ആളുകളും ദരിദ്രരായ ആളുകളും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദി ഓൺലി ഡിഫറൻസ്. അതേ ഉള്ളൂ ശരിയായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത്, ദ റിച്ച് പീപ്പിൾ ഈറ്റ് വെൽ ആൻഡ് ദ പുവർ പീപ്പിൾ സ്ലീപ്പ് വെൽ. ധനികരായ മനുഷ്യൻ നന്നായിട്ട് വല്ലതൊക്കെ തിന്നുന്നു, ദരിദ്രനായ വ്യക്തി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. ഏതാ വലുത്? ഒരിക്കലും ചിന്തിക്കരുത് തിന്നുന്നതാ വലിയ കാര്യമൊന്നും, ഉറങ്ങുന്നത് വലിയ കാര്യം അല്ലേ. തിന്നില്ലെങ്കിലും ഇത്രയ്ക്ക് വരാനുള്ളൂ, പക്ഷെ ഉറങ്ങിയില്ലെങ്കിൽ വിവരം അറിയും അല്ലേ. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന ആ ഒരു ഉറക്കം വേണമെങ്കിൽ തീർച്ചയായും ദൈവത്തിലുള്ള വലിയ ആശ്രയം ആവശ്യമാണ്. ആശ്രയമുള്ളവന് ആകുല ചിന്ത ഉണ്ടാകത്തില്ല. ആശ്രയവും ആകുല ചിന്തയും ഒരുമിച്ച് പോകത്തില്ല. വറി ആൻഡ് ട്രസ്റ്റ് വിൽ നെവർ ഗോ ടുഗെദർ. ആശ്രയവും ആകുല ചിന്തയും ഒരുമിച്ച് പോകത്തില്ല. ആശ്രയം ഉണ്ടെങ്കിൽ ആകുല ചിന്തയില്ല, ആകുല ചിന്ത ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആശ്രയമില്ല എന്നുള്ളതാണ്. അത് തന്നെയല്ല, ഈ വറിക്ക് ഒരു പ്രശ്നമുണ്ട്, ആകുല ചിന്തയ്ക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. വറി ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെന്നുള്ളതാണ്. കർത്താവ് ചോദിച്ചു, ആകുലപ്പെടുന്നത് കൊണ്ട് നിന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ നിനക്ക് കഴിയുമോ? കഴിയത്തില്ല. പിന്നെ വെറുതെ ആകുലപ്പെടാമെന്നല്ലാതെ വേറെ ഒരു കാര്യവും ഇല്ല, വേറെ ഒരു പ്രയോജനമില്ല. ആകുല ചിന്ത കൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് ആശ്രയമാണ്. ഏതാണ്ട് ഇതുപോലൊരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഡിസ്ചാർജ് കിട്ടിയ സമയത്ത് വൺസ് ഐ ഹാഡ് നോ മണി. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. കയ്യിൽ പൈസ ഇല്ലെന്നുള്ളതേ ഉള്ളൂ. അതിന് കാരണമുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ, ഞങ്ങളുടെ ചേർച്ചിലെ ഒരു പെങ്കൊച്ചിൻ്റെ കല്യാണത്തിന് കുറച്ച് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അവളുടെ കല്യാണം പെട്ടെന്ന് ഉറച്ചതുകൊണ്ട് ഞാൻ എൻ്റെ ബാങ്കിലുണ്ടായിരുന്ന ക്യാഷ് എടുത്ത് ഈ കൊച്ചിന് കൊടുത്തു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ബില്ല് വരുന്നത്. സെയിം സാഹചര്യമാണ്. എനിക്ക് വേണമെങ്കിൽ അമ്മയോട് ചോദിക്കാം, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അമ്മയോട് ചോദിക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു പ്രയാസമായിട്ട് തോന്നി. അവർ വിശ്വാസത്തിൻ്റെ, നമ്മൾ വലിയ വിശ്വാസ ജീവിതമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മർത്തോമാക്കാരായ അവരോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു സന്തോഷമായിരിക്കും. ആ സന്തോഷം എനിക്ക് അത്ര സന്തോഷമല്ലാത്തത് കൊണ്ട് ഞാൻ ചിന്തിച്ചു, വേണ്ട, കർത്താവ് തരും എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് അവിടെ കയറി വന്നിട്ട് ഇവൻ ചെയ്തത് ഒരു കുത്ത് നോട്ടെടുത്ത് വണ്ടിയുടെ ഇതിൻ്റെ ട്രോയറിനകത്ത് ഇട്ടിട്ട് പറഞ്ഞു, സാജു, എനിക്ക് കഴിഞ്ഞ ആഴ്ചയാണ് ശമ്പളം കിട്ടിയത്. അത് കയ്യിലിരിക്കുമ്പോൾ തന്നെ ബോണസ് കിട്ടിയതാ. ഇറ്റ്സ് ബിഗ് മണി. എനിക്കിപ്പോൾ ആവശ്യമൊന്നുമില്ല, ഇപ്പോഴും നല്ല, ഐ ഡോണ്ട് നീഡ് ദാറ്റ് മണി, സോ യു ടേക്ക് ഇറ്റ്. എത്ര ആണെന്ന് പോലും നോക്കാം. അവൻ ആ ഒരു കുത്ത് പൈസ എടുത്തിട്ടു. ഞാൻ സുഖമായിട്ട് ബില്ലും പേ ചെയ്ത്, ആരും അറിഞ്ഞില്ല, കാര്യങ്ങളും അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ആകുലപ്പെടുന്നതും ആശ്രയിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കയ്യിൽ സ്വത്തുണ്ടെന്ന് പറഞ്ഞാലും എന്തുണ്ടെന്ന് പറഞ്ഞാലും കൈ കാശ് ചില സമയത്ത് നമുക്ക് എന്ത് ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകും. ആ സമയത്ത് എന്താ ഉണ്ടാകുന്നത്? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുമെന്നുള്ളതിന് യാതൊരു ഒരു സംശയവുമില്ല. സോ ലേ aside all your weight, cast your burdens upon Jesus. നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും കർത്താവിൽ ഇട്ടുകൊള്ളുവേൻ. കർത്താവിൽ ഇട്ട് കളയുക. കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു സ്പാരോസിൻ്റെ കാര്യം, കുരുകിലിൻ്റെ കാര്യം. എന്നിട്ട് പറയാണ്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, പക്ഷെ കർത്താവ് അവയെ പുലർത്തുന്നുണ്ട്. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, പക്ഷെ അധ്വാനിക്കുന്നില്ല എന്നർത്ഥമില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ രാവിലെ 11 മണിയാകുമ്പോൾ ഏതെങ്കിലും കുരുവി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷി വൃക്ഷത്തേലിരുന്ന് ഉറക്കം തൂങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് അധ്വാനിക്കുന്നുണ്ട്. അധ്വാനിക്കുന്നില്ല എന്നുള്ളതല്ല അവിടുത്തെ വിഷയം, കൂട്ടിവെക്കുന്നില്ല എന്നുള്ളതാണ്. ഓരോ ഉപമയിലും ഓരോ മെറ്റഫോറിലും അതിന് യോജിക്കുന്നതായ ചില കാര്യങ്ങളേ ഉള്ളൂ. അതാണ് നമ്മൾ എടുക്കേണ്ടത്. അവ കൂട്ടിവെക്കുന്നില്ല, പക്ഷേ കർത്താവ് അവയെ പുലർത്തുന്നു. ഞാൻ ഈ 2 സ്പാരോസ് നമ്മളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഒരു ഭാവന ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു കുരുവി മറ്റേ കുരുവിയോട് ചോദിക്കുക, എടാ, ഈ മനുഷ്യൻ്റെ കാര്യം വലിയ കഷ്ടമാണല്ലോ, ഇവൻ എന്തോ പരിപാടിയാ, ഉറക്കമില്ല, കിടപ്പില്ല, നടക്കത്തില്ല, ഇരിക്കത്തില്ല, എന്തോ ആങ്ഷ്യസ് ടോയിൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു. ഇവനൊക്കെ ഹാർട്ട് അറ്റാക്ക് വരുത്തില്ലയോ? ഹാർട്ട് അറ്റാക്കും വരുന്നുണ്ട്. ഇവൻ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം എന്താ? ഉടനെ മറ്റേ കുരുവി പറഞ്ഞു, അതേ, നിനക്കങ്ങനെ പറയാം. നമ്മളെന്താ ഇങ്ങനെ കിടന്ന് ചാകാത്തെന്നറിയാമോ? നമ്മളെ പുലർത്താനായിട്ട് ഒരു സ്വർഗസ്ഥ പിതാവ് നമുക്ക് ഉണ്ട്. ഈ പാവങ്ങൾക്ക് അതില്ലാത്തപ്പം പിന്നെ അവരവരുടെ കാര്യം നോക്കിയാലല്ല പറ്റുള്ളൂ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ,
ആകുലചിത്തരായ മനുഷ്യർ ഈ ചെറിയ കുരുവികളുടെ പോലും പരിഹാസ വിഷയമാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വി നീഡ് ടു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ട്രസ്റ്റ് ആൻഡ് വറി വിൽ നെവർ ഗോ ടുഗദർ. ആകുലതയും ആശ്രയവും ഒരിക്കലും ഒരുമിച്ച് പോവുകയില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമുക്ക് വീണ്ടും മടങ്ങി വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതായ കാര്യം, നമ്മുടെ ജീവിതത്തിൽ എറിഞ്ഞു കളയേണ്ടതായ കാര്യങ്ങൾ. എന്തുകൊണ്ട് എറിഞ്ഞു കളയണം? നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നതായ കാര്യങ്ങളാണത് എന്നതുകൊണ്ട് നമ്മളതിനെ എറിഞ്ഞു കളയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒന്നാമത് എറിഞ്ഞു കളയേണ്ട കാര്യം നമ്മൾ പറഞ്ഞത് എന്താണ്? ജങ്ക്, വലിച്ചു കൂട്ടുന്നതായ വസ്തുക്കൾ. ഈ വസ്തുക്കൾ നമ്മളുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും കംഫർട്ട്സിന് മുകളിലോട്ട് കയറാതെ, അത് തന്നെ കംഫർട്ട്സ് തന്നെ ലക്ഷറിയിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കംഫർട്ട്സിൻ്റെ താഴത്തെ തലത്തിൽ നിന്നുകൊണ്ട് നീഡ്സിനും കംഫർട്ട്സിനും ഇടയ്ക്കുള്ള ഒരു ഗോൾഡൻ മീനിലൂടെ അതിന് താഴെ നിൽക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നമുക്ക് വളരെ അത്യാവശ്യമാണ്. എങ്കിലേ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. രണ്ടാമത്, വസ്തുക്കൾ മാത്രമല്ല, എന്താണ്? ചിന്താകുലങ്ങൾ. അത് നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ വസ്തുവിനേക്കാൾ കൂടുതൽ തടസ്സപ്പെടുത്തുന്നതാണ് ചിന്താകുലങ്ങൾ. അതുകൊണ്ട് അതിനെയും നമ്മൾ എന്ത് ചെയ്യണം? എറിഞ്ഞു കളയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മൂന്നാമത്, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് അവിടെ പറയുന്ന കാര്യം, ആദ്യത്തേതിനെ ഞാൻ രണ്ടായിട്ട് പിരിച്ചു പറയായിരുന്നു. നമ്മളുടെ വസ്തുക്കളും നമ്മളുടെ എക്സ്ട്രാ വെയിറ്റ്, ദാറ്റ് മീൻസ് എക്സ്ട്രാ തിങ്സ് ആൻഡ് ഓൾ അവർ വറീസ്. ഇത് രണ്ടും നമ്മൾ എറിഞ്ഞു കളയണം. അതിനുശേഷം നമ്മൾ കാണുമ്പോൾ അവിടെ പറയുന്നത് പാപം. പാപത്തിന് അവിടെ ഒരു പ്രത്യേകത പറയുന്നുണ്ട്, മുറുകെ പറ്റുന്നതായ പാപം. സകല ഭാരവും മുറുകെ പറ്റുന്നതായ പാപവും. സിൻ ദാറ്റ് ക്ലിങ്സ് സോ ക്ലോസ്ലി. ക്ലിങ്ങിങ്, അങ്ങോട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നതായ പാപങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? എറിഞ്ഞു കളയണം. ഹഡിൽസിനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ഹഡിൽസ് നമുക്ക് എറിഞ്ഞു കളയാൻ പറ്റത്തില്ല. നമുക്ക് എറിഞ്ഞു കളയാൻ പറ്റുന്നത് എന്തേ ഉള്ളൂ? ഭാരവും പാപവുമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വിശേഷണം ഇങ്ങനെ ഈ എബ്രായ ലേഖനകാരൻ കൊടുക്കാൻ കാര്യം എന്താണെന്ന് ഞാൻ ആലോചിച്ചു. കാരണം വലിയ പാപങ്ങളൊക്കെ, ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും എൻ്റെയും മുമ്പിൽ മുഴച്ചു നിൽക്കുന്ന വലിയ പാപങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ഉപേക്ഷിക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒരു വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ കള്ളുകൂടി കളഞ്ഞെന്നിരിക്കും, വ്യഭിചാരം പരസ്യമായിട്ടുള്ളതെങ്കിലും കളഞ്ഞെന്നിരിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മറ്റുള്ളവർ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ദൈവത്തിൻ്റെയും എൻ്റെയും മറ്റുള്ളവരുടെയും മുമ്പിൽ മുഴച്ചു നിൽക്കുന്ന പാപങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? എറിഞ്ഞു കളയും. എന്നാൽ വേറെ ചില പാപങ്ങളെയാണ് ഇവിടെ പറയുന്നത്, മുറുകെ പറ്റുന്നതായ പാപങ്ങൾ, വിടാതെ പിന്തുടരുന്നതായ പാപങ്ങൾ, ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തതായ പാപങ്ങൾ. നമ്മൾ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചാലും നമ്മളെ വിടാതെ പിന്തുടരുന്നതായ പാപങ്ങൾ. അതിനെ നമ്മൾ എറിഞ്ഞു കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഓട്ടം തടസ്സപ്പെടും. നമ്മൾ വിടാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കഥയുണ്ടല്ലോ, ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഒരു വല്യപ്പൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഓരോരോ സാധനങ്ങളെങ്കിലും ഇങ്ങനെ ഒഴുകി വരിക. എന്താ? കലവും ചട്ടിയും പിന്നെ തേങ്ങായും തടിയും. അതിൻ്റെ കൂട്ടത്തിൽ വല്യപ്പൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു കമ്പിളിക്കെട്ട് ഇങ്ങനെ ഒഴുകി വരുന്നു. അപ്പം വല്യപ്പൻ പറഞ്ഞു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, ഈ തണുപ്പത്ത് ഞാനൊരു കമ്പിളിക്കെട്ടിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞ് വല്യപ്പൻ നന്നായിട്ട് നീന്തൊക്കെ അറിയാം. ഈ നീന്തി ചെന്ന് കമ്പിളിക്കെട്ട് കയറി അങ്ങ് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കമ്പിളിക്കെട്ടിനകത്ത് വന്ന് 2 കൈ വന്ന് വല്യപ്പനെയും അങ്ങ് പിടിച്ചു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊരു കരടിയാണെന്ന്. അപ്പോൾ കരയ്ക്ക് നിന്ന ആള് പറഞ്ഞു, എടോ അതിനെ പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ കളഞ്ഞിട്ട് താനിങ്ങി വാ. ഉടനെ വല്യപ്പൻ പറഞ്ഞു, എനിക്ക് കളയണമെന്നുണ്ട്, പക്ഷേ ഞാൻ കളഞ്ഞിട്ട് എന്നെ കളയുന്നില്ല, ഞാൻ വിട്ടിട്ട് എന്നെ വിടുന്നില്ല. ഇതുപോലെ ഒരു സ്റ്റേജാണ് ഈ മുറുകെ പറ്റുന്ന പാപം എന്ന് പറയുന്നത്. ഈ മുറുകെ പറ്റുന്ന പാപം പല സമയത്തും വലിയ പാപങ്ങളായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറിയ പാപമായിരിക്കും. പക്ഷെ ചെറിയ പാപവും വലിയ പാപവും എല്ലാം പാപം തന്നെയാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പാപം എന്ന പേര് തന്നെ കൊടുത്ത് അതിനെ വിളിക്കണം. നമുക്കുള്ള ഒരു വലിയൊരു പ്രശ്നം എന്നറിയാമോ? നമ്മൾ പലപ്പോഴും അതിനെ ബലഹീനത എന്നാണ് വിളിക്കുന്നത്, ഇല്ലേ? ബലഹീനത. ഒരു സ്ത്രീ ഒരിക്കൽ പാസ്റ്ററുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്കൊരു ചെറിയൊരു ബലഹീനതയുണ്ട്. എന്ന് ചോദിച്ചാൽ എന്താ? ഞാൻ ഈ എക്സാഗ്രേറ്റ് ചെയ്യും, എന്തോ പറഞ്ഞാലും അതിശയോക്തി കൂട്ടിയേ പറയത്തുള്ളൂ. ഞാനിന്നൊരു
100 അടി നടന്നെങ്കിൽ ഞാനിന്ന് പറയുന്നത് ഇന്ന് 10 മൈൽ നടന്നെന്നാ പറയുന്നത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാലും ഇച്ചിരി കൂട്ടി അങ്ങ് പറയും, അറിയാതെ അങ്ങ് പറഞ്ഞു പോകുന്നതാകും അല്ലേ. അപ്പോൾ അത് മാറാനായിട്ട് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഈ എക്സാഗ്രേറ്റ് ചെയ്യുന്ന എൻ്റെ ആ ബലഹീനത മാറാനായിട്ട് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. എന്നെ പാസ്റ്റർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇവർക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അതെന്താ പാസ്റ്റർ പ്രാർത്ഥിക്കത്തില്ലെന്ന് പറയുന്ന കാര്യം? ഞാൻ എൻ്റെ ഒരു ആത്മീയ ആവശ്യം, വേറെ ഒന്നും അല്ലല്ലോ, എനിക്ക് കാറ് വേണമെന്നും വീട് വേണമെന്നൊന്നും അല്ലല്ലോ പറഞ്ഞത്. എൻ്റെ ഒരു ആത്മീയമായ ആവശ്യം പാസ്റ്റർ അടുത്ത് വന്ന് പറഞ്ഞിട്ട്, പാസ്റ്റർ എന്താ അത് പ്രാർത്ഥിക്കത്തില്ലെന്ന് പറയാൻ കാര്യം? എൻ്റെ പാസ്റ്റർ പറഞ്ഞു, ഒന്നാമത് സഹോദരി, ഈ പറഞ്ഞ വാക്കാ പ്രശ്നം. സഹോദരി ഇതിനെ വിളിക്കുന്നത് എന്താണ്? ഒരു ബലഹീനത. പിന്നെ പറഞ്ഞത് കൂട്ടിപ്പറയുന്ന, എക്സാഗ്രേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം. ഇതൊക്കെയല്ലേ പറഞ്ഞത്. പക്ഷേ വാസ്തവത്തിൽ പറയേണ്ടത് അങ്ങനല്ല. പാസ്റ്ററെ, എനിക്കൊരു വിട്ടുമാറാത്തൊരു പാപമുണ്ട്. എന്ത്? കള്ളം പറയുന്ന സ്വഭാവം. കാര്യം എക്സാഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? കള്ളമല്ലാതെ എന്തുവാ? വേറെ ഒന്നുമല്ല. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസം ഞാൻ കന്ധമാൽ ജില്ലയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് 10,000 ആളുകളാണ് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നെ കാണാൻ വന്നതെന്ന് പറഞ്ഞാൽ അത് എക്സാഗ്രേഷൻ ഒന്നുമല്ല, കള്ളമാണ്. അവിടെ അത്രയും പേരൊന്നും വന്നില്ല. ചുമ്മാ വന്ന് 1000 എന്നൊക്കെ പറയുമ്പോൾ ഈ റിപ്പോർട്ട് പറയുന്നതൊക്കെ എന്താണ്? സത്യമല്ല, കൂട്ടിപ്പറയുന്നതാണെന്ന് പറഞ്ഞ് നമ്മളങ്ങ് പറയരുത്. കള്ളമാണ് പറയുന്നത്, കള്ളം. അല്ലാതെ എന്താ? റാന്നിയിൽ ഒരു മീറ്റിംഗ് നടന്നതിനെക്കുറിച്ച് ഒരു ഫോറിൻ മാഗസിനിൽ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് 60,000 പേര് അവിടെ പങ്കെടുത്തെന്നും പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് വന്നു. അപ്പോൾ ഞാൻ അവരോട് എഴുതി ചോദിച്ചു, എനിക്കറിയാവുന്ന ആളുകളാണ്, റാന്നിയിൽ 60,000 പേര് വരണമെങ്കിൽ അന്ന് അവിടെ സിനിമാ കോട്ടയിൽ സിനിമ ഓടാൻ പാടില്ല. കാര്യം അത്രയും പോപ്പുലേഷൻ പോലും അവിടെ ഇല്ലല്ലോ. ഈ റാന്നി ഇപ്പം എങ്ങനെ ഈ 60,000? പിന്നെ ഈ 60,000 പേര് എവിടെ ഇരുന്നത്? 60,000 പേർക്ക് എവിടെ ഇരിക്കാൻ പറ്റുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അതെ, ഒരു 0 കൂടിപ്പോയെന്നുള്ളതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. 6,000 പേരുണ്ടായിരുന്നു. അപ്പോൾ 6,000 പേരെ 60,000 പേരാക്കുന്നത് എക്സാഗ്രേഷൻ അല്ല, അതിൻ്റെ പേരെന്താണ്? കള്ളമെന്നാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അറിയാം ഈ മിഷൻ റിപ്പോർട്ട്സൊക്കെ എത്ര പേര് അതിൻ്റെ പേരിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ളത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അറിയാം. പ്രിയമുള്ളവരെ, ബി കെയർഫുൾ ഇൻ സ്പീക്കിംഗ് എ വേർഡ് ഫ്രം യുവർ മൗത്ത്സ്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും എത്ര കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ള നമ്മൾ നോക്കണം. കള്ളം പറയാനായിട്ട് പാടില്ല. ആൻഡ് കോൾ സിൻ എ സിൻ. പാപത്തെ എങ്ങനെ തന്നെ വിളിക്കണം? പാപമെന്ന് വിളിക്കണം. പാപത്തെ ഒരിക്കലും ബലഹീനത എന്ന് വിളിക്കരുത്. അങ്ങനെ ബലഹീനത എന്ന് വിളിച്ചാൽ നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, ഈ പൂച്ച ഓടിക്കാൻ അയല കൊണ്ടടിച്ചാൽ പൂച്ച പോകത്തില്ലെന്ന് പറയൂല്ലേ. ഇപ്പം നമ്മളിപ്പോൾ മീൻ വെട്ടാൻ വരുമ്പോഴത്തേക്ക് പൂച്ച അടുത്ത് വന്നിരിക്കുക, അതിനെ ഓടിക്കാൻ വേണ്ടി വെട്ടിക്കൊണ്ടിരിക്കുന്ന മീൻ എടുത്തിട്ട് പോ പൂച്ച എന്ന് പറഞ്ഞുകൊണ്ട് അതും കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ പൂച്ച എന്ന് ഓടിപ്പോകുമോ? ഇല്ല. എന്നതുപോലെ ഇതിനെ നമ്മൾ പാപമെന്ന് വിളിക്കേണ്ടതിന് പകരം വേറെ എന്തെങ്കിലും പേരിട്ട് വിളിച്ചാൽ ഇതിൽ നിന്ന് നമുക്കൊരിക്കലും ഒരു വിമോചനം കിട്ടത്തില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് മുറുകെ പറ്റുന്ന പാപം അതിനെന്ത് ചെയ്യണം? എറിഞ്ഞു കളവിൻ. ലേ അസൈഡ് ഓൾ വെയ്റ്റ്. ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കണം, അതൊരു ആക്സിഡൻ്റല്ല. ഈ പാപത്തിൻ്റെ പ്രശ്നം ആക്സിഡൻ്റലായിട്ട് പറ്റുന്നതല്ല. ചിലപ്പം പല പാപങ്ങളും നമുക്ക് പറ്റുന്നതിനെന്നറിയാമോ? നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമൊന്നുമല്ല, അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമൊന്നുമല്ല. ചിലപ്പോൾ നമ്മൾ പാപത്തിൽ വീണ് പോകുന്ന ഒരു സ്റ്റേജുണ്ട്. പക്ഷേ ഈ മുറുകെ പറ്റുന്ന പാപത്തിൻ്റെ പ്രത്യേകത അതങ്ങനെ ഒരു പാപത്തിൽ അറിയാതെ വീണ് പോകുന്നതല്ല, അത് നമ്മുടെ ഹാബിറ്റാണ്, അത് നമ്മുടെ സ്വഭാവമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അലേർട്ടായിരിക്കണം. കൂടുതൽ വലിയ പാപത്തേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ പാപങ്ങളാണ്. കാര്യം അത് നമ്മളെ വീഴ്ത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. പലപ്പോഴും വലിയ പാപങ്ങളെ ഒഴിഞ്ഞു മാറാനായിട്ട് നമുക്ക് കഴിഞ്ഞെന്നിരിക്കും. ചെറിയ പാപങ്ങളെ നമ്മളതിനെ പാപമായിട്ട് പോലും കണക്കാക്കാത്തത് കൊണ്ട് നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന ചെറിയ പാപങ്ങൾ. ഒരു ചെറിയ ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കൊച്ചെൻ്റെ കാലേ കയറി പിടിച്ചു കഴിഞ്ഞാൽ, കൊച്ചല്ലേ അത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വലിയ ആൾ കയറി പിടിച്ചാലും കൊച്ചാൾ കയറി പിടിച്ചാലും എൻ്റെ ഓട്ടത്തെ അതെന്ത് ചെയ്യുന്നുണ്ട്? തടസ്സപ്പെടുന്നുണ്ട്. അതുപോലെ എൻ്റെ ജീവിതത്തിലെ ഏത് ചെറിയ പാപവും യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാനുള്ള എൻ്റെ ഈ ഓട്ടത്തിൽ എന്നെ തടസ്സപ്പെടുത്തുന്നതാണ്. അതിനെ ഞാൻ തലോടി മാറ്റി നിർത്തുകയല്ല, എന്താണ്? ലേ അസൈഡ്. എന്നെ ഈ ട്രാക്കിൽ നിന്ന് തന്നെ ഇതിനെ പറിച്ചെറിഞ്ഞ് കളയേണ്ടതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഹാബിറ്റാണ്. ഹാബിറ്റ് നമുക്ക് മാറ്റണമെങ്കിൽ വലിയ പ്രയാസമാണ്. പണ്ടൊരിക്കൽ ഒരു അച്ഛൻ വന്ന് എല്ലായിടത്തും പിള്ളേർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ
പിള്ളേർ പറഞ്ഞു, എൻ്റെ ചെറുപ്പം നിങ്ങളുടെ ചെറുപ്പം പോലൊന്നും അല്ലായിരുന്നു. ഞാൻ വളരെ നല്ല കുഞ്ഞായിട്ടാണ് വളർന്നത്. ഞാൻ ഒരിക്കലും ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഒരാളോട് പോലും ഞാൻ കയർത്ത് സംസാരിച്ചിട്ടില്ല. ഞാൻ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഏറ്റവും നന്നായിട്ട് പഠിക്കുകയും എൻ്റെ സ്കൂൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിൽ പോവുകയും അങ്ങനെ എല്ലാം വളരെ നന്നായിട്ടാണ് ചെയ്തതെന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ പിള്ളേർ ചോദിച്ചു, എന്നാലും അച്ഛാ ആർക്കാണെങ്കിലും ഒരു ചെറിയ ദോഷമൊക്കെ കാണുമല്ലോ. അച്ഛൻ അങ്ങനത്തെ വല്ല എന്തെങ്കിലും ഒരു ദോഷം അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ? അച്ഛൻ ഒത്തിരി ഞാൻ ആലോചിച്ചു പറഞ്ഞു, എനിക്ക് ആകെപ്പാടെ ഒരു ദോഷമേ ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോഴും ഉണ്ട്. പക്ഷെ അതെന്തോ, അത് ഞാൻ കള്ളം പറയുമെന്നുള്ളതാ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? കള്ളം പറഞ്ഞതാ. അതൊരു ഹാബിറ്റാ, അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു ഹാബിറ്റ് പോലെ. അപ്പോൾ ഈ ഹാബിറ്റ്സ് ഉണ്ടല്ലോ, അത് നമ്മിൽ നിന്ന് പറിച്ചെറിഞ്ഞ് കളയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇത് പറിച്ചെറിഞ്ഞ് കളയുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അൻ ഈസി തിങ്. അത് നമുക്ക് സ്വാഭാവികമായി പലപ്പോഴും ചെയ്യാൻ കഴിയുന്ന കാര്യവുമല്ല. ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറയാം. യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് പല ആളുകൾ സ്നാനമേൽക്കാനായിട്ട് വന്നു. അവരെ എല്ലാം യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തി, ഇല്ലേ? പരീശന്മാർ പട്ടാളക്കാരായ ആളുകൾ വന്നു, ചുങ്കക്കാരായ ആളുകൾ വന്നു, സാമാന്യ ജനം വന്നു. അത് കഴിഞ്ഞപ്പോൾ ആര് വന്നു? പരീശന്മാർ സദൂക്യരും അവനാൽ സ്നാനമേൽക്കേണ്ടതിന് വന്നു. അപ്പോൾ യോഹന്നാൻ പറഞ്ഞില്ല, വന്നാട്ടെ, സമൂഹത്തിൽ ഇത്രയും മാന്യന്മാരായ ആളുകളൊക്കെ എൻ്റെ യോഗത്തിന് വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് കസേരയൊന്നും ഇട്ട് കൊടുത്തില്ല. നമ്മളാണെങ്കിൽ അതേ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇവരെ കണ്ടപ്പോഴേ യോഹന്നാൻ സ്നാപകനൊരു വിളി. എന്താണെന്നറിയാമോ? ബ്രൂഡ് ഓഫ് എ വൈപ്പർ, അണലിയുടെ സന്തതികളെ. സർപ്പസന്തതികൾ എന്ന് പറയുന്നതിനേക്കാൾ കറക്റ്റായിട്ടുള്ളത് അണലിയുടെ സന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര്? എന്താ സംഭവം എന്നറിയാമോ? ഇവരോട് ആരാണ്ട് പറഞ്ഞു, നമ്മൾ എന്തൊക്കെ ചെയ്താലും സ്വർഗത്തിൽ പോകാനൊരു ഉറപ്പ് വരണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യണം. നമ്മുടെ യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് എന്നൊന്ന് സ്നാനമേൽക്കൂടെ ചെയ്യണം. അതുകൊണ്ട് സ്വർഗത്തിൽ പോകാനുള്ളൊരു മാർഗം, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിയാനുള്ളൊരു മാർഗം എന്ന നിലയിലാണ് ഇവർ വന്നിരിക്കുന്നത്. ആരാണ്ട് പറഞ്ഞു മുങ്ങിയാൽ സ്വർഗത്തിൽ പോകുമെന്ന്. ഇന്നും പലരും സ്നാനമേറ്റാൽ സ്വർഗത്തിൽ പോകുമെന്നും വെച്ച് ഒരു മാറ്റവും ഉണ്ടാകാതെ പോയി മുങ്ങുന്നവരുണ്ട്. അവരോടാ യോഹന്നാൻ സ്നാപകൻ്റെ ഈ വാക്ക്. നിങ്ങളോട് ആരാ പറഞ്ഞത് ഒന്ന് മുങ്ങിയാൽ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി സ്നാനം കഴിപ്പിക്കുന്നുവെന്നേ ഉള്ളൂ. മാനസാന്തരപ്പെടേണ്ടത് ആരാ? നിങ്ങളാ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അതിന് നിങ്ങൾക്ക് കഴിയത്തില്ല. ഈ പാവങ്ങൾക്ക് ചിലപ്പം കഴിയുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് കഴിയത്തില്ല. എന്തുകൊണ്ട് കഴിയത്തില്ല? ബിക്കോസ് യു ആർ ബ്രൂഡ് ഓഫ് എ വൈപ്പർ. നിങ്ങൾ അണലിയുടെ സന്തതികളാണ്. നിങ്ങളുടെ സ്വഭാവത്തിൽ കിടക്കുന്ന കാര്യമാണ് അണലിയുടെ കാര്യങ്ങൾ. ഒരു ഈസോപ്പ് സ്റ്റോറി ഇങ്ങനെയുണ്ട്. ഞാൻ ഈ ഹിമാചൽ പ്രദേശിൽ ഞങ്ങൾക്ക് വർക്കുണ്ട്. അപ്പം ഞാൻ മഞ്ഞിനകത്തൂടെ ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട്. മഞ്ഞിനകത്തൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് അവിടെ കിടക്കുന്ന കമ്പുമൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നറിയാം, കമ്പൊക്കെ വഴി കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ മഞ്ഞൊക്കെ മൂടിയിട്ട് കമ്പ് പോലും കാണാൻ കഴിയത്തില്ല. ഇങ്ങനെ ഈസോപ്പ് സ്റ്റോറിയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ മഞ്ഞിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മഞ്ഞിൻ്റെ ഒരു വടി പോലെ കിടക്കുന്ന കണ്ടു. നോക്കിയപ്പോൾ ഒരു അണലിയാണ്, ചത്തിട്ടില്ല. അയാൾ അതിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ മഞ്ഞെല്ലാം മാറ്റിയിട്ട് അതിന് ചൂട് കൊടുക്കാനായിട്ട് സന്തോഷം കൊണ്ട് മയങ്ങിക്കിടക്കുക, ചാകാറായി കിടക്കുക, എടുത്ത് നെഞ്ചത്ത് ഇങ്ങനെ ചൂട് കൊടുത്ത് പിടിച്ച് ഇങ്ങനെ അയാളുടെ ജാക്കറ്റിനകത്ത് ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂടൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് അണലി ഉണർന്നു കഴിഞ്ഞ് ആദ്യം ചെയ്തത് ഈ അണലി ഇയാളെ തന്നെ കടിച്ചു. ഉടനെ ഇയാൾ ചോദിച്ചു, എൻ്റെ പൊന്നണലി, നീ ചാകാൻ കിടക്കുകയായിരുന്നല്ലോ, ഞാനല്ലേ നിനക്ക് ചൂട് തന്ന് ജീവൻ തന്നത്? നിനക്ക് ജീവൻ തന്ന എന്നെ തന്നെ നീ കൊത്തുന്നത് ശരിയാണോ? ഉടനെ അണലി പറഞ്ഞു, ശരിയാണെന്ന് എൻ്റെ ചിന്ത. അതെന്താ കാര്യം? എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെന്താ? ഞാൻ അണലിയായതുകൊണ്ട്. ഞാൻ അണലിയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അണലിയുടെ സ്വഭാവം മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവരെ യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, നീ മുങ്ങിയത് കൊണ്ട് നിന്റെ സ്വഭാവം മാറത്തില്ല. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ എന്തോ ചെയ്യണം. മുങ്ങിയാൽ സ്വഭാവം മാറത്തില്ലെങ്കിൽ അതിനുള്ള റിമഡിയുടെ യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവൻ അഗ്നി കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും സ്നാനം നൽകുന്നവനാണ്. എന്താ ഈ വാക്യത്തിൻ്റെ അർത്ഥം? മുങ്ങിയാൽ മാറുന്ന കാര്യങ്ങൾ പാവങ്ങളെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. പക്ഷെ നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന അണലിയുടെ സ്വഭാവമുണ്ടല്ലോ, ആ സ്വഭാവത്തെ പോലും മാറ്റാൻ ശക്തിയുള്ളതാണ്
പരിശുദ്ധാത്മ സ്നാനമെന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. എത്ര കൃത്യമായിട്ട് യോഹന്നാൻ സ്നാപകൻ ആത്മാവിൻ്റെ കാര്യങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇഫ് യു ആർ ബാപ്റ്റൈസ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, ഐ എം ക്വൈറ്റ് ഷുവർ യുവർ ഹാബിറ്റ് വിൽ ബി ട്രാൻസ്ഫോംഡ്. യു വിൽ ബി ട്രാൻസ്ഫോംഡ്. നീ രൂപാന്തരപ്പെടുന്നത് കാണാനായിട്ട് കഴിയും. നമ്മുടെ സ്വഭാവത്തെ മാറ്റിക്കളയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുറുകെ പറ്റുന്ന പാപങ്ങളെ എറിഞ്ഞു കളയാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ ജങ്ക് നമ്മൾ വലിച്ചു കളയണം, എറിഞ്ഞു കളയണം. നമ്മളുടെ ഭാരങ്ങൾ, ചിന്താകുലങ്ങൾ നമ്മൾ എറിഞ്ഞു കളയണം. നമ്മളുടെ സ്വഭാവത്തെ, ഹല്ലേലൂയ, പാപത്തോട് പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്വഭാവത്തെ നമ്മൾ എറിഞ്ഞു കളയണം. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മുറുകെ പറ്റിയിരിക്കുന്നതെന്നറിയാമോ? വൈ ഇറ്റ് ഈസ് ക്ലിങ്ങിങ് സോ ക്ലോസ്ലി? കാരണം പാപത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്ലഷറുണ്ട്, ഒരു സുഖമുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് വിട്ടുകളയാൻ ഭയങ്കര മടി. അതുകൊണ്ട് നമ്മൾ പറയില്ല, പാപത്തിൻ്റെ തൽക്കാല ഭോഗം, സിൻ ഹാസ് എ പ്ലഷർ, നമ്മുടെ ലോവർ നേച്ചറിനെ തലോടി സുഖിപ്പിക്കുന്ന, നമ്മളുടെ ജഡത്തെ സുഖിപ്പിക്കുന്നതായ ഒരു സുഖം. നമ്മളുടെ ലോവർ നേച്ചറാണ് നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാകുന്നത്. കാര്യം നമ്മുടെ ശരീരത്തിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ നമ്മളുടെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി അല്ലെങ്കിൽ ലോവർ നേച്ചർ ആയിരുന്നതുകൊണ്ട് അതിന് സുഖം കൊടുക്കുന്നതൊക്കെ വിട്ടുകളയാൻ ഭയങ്കര പ്രയാസമാണ്. അതിന് സുഖം കൊടുക്കുന്നത് വിട്ടുകളയണമെങ്കിൽ ഒരു വലിയ പ്രോസസ്സുണ്ട്. നമ്മൾ ജഡത്തെ മരിപ്പിക്കണം. ജഡത്തെ മരിപ്പിക്കാത്തിടത്തോളം കാലം ജഡത്തെ സുഖിപ്പിക്കുന്നതിൻ്റെ പിന്നാലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മുറുകെ പറ്റുന്ന പാപം പലർക്കും വിട്ടുകളയാൻ കഴിയാത്തത്. കാരണം നമ്മൾ ജഡത്തെ എന്ത് ചെയ്തിട്ടില്ല? മരിപ്പിച്ചിട്ടില്ല. എൻ്റെ ലോവർ നേച്ചറിനെ ഒരു കാരണവശാലും വളരാൻ സമ്മതിക്കാത്തപ്പോൾ മാത്രമേ എന്നിൽ ക്ലിങ്ങി ചെയ്തിരിക്കുന്ന, എന്നിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായ പാപത്തെ എനിക്ക് പുറത്തെറിഞ്ഞു കളയാനായിട്ട്, ആത്മശക്തിയിൽ അതിനെ പുറത്തെറിഞ്ഞു കളയാനായിട്ട് കഴിയത്തുള്ളൂ. പാപത്തിൻ്റെ തൽക്കാല ഭോഗം എന്ന് പറയുന്ന ഒരു വലിയ കെണിയാണ്. നമ്മൾ പറയുമല്ലോ, കർത്താവ് പറഞ്ഞല്ലോ, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും. ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ഒരിക്കൽ അതിന് വഴിപ്പെട്ടാൽ, അതുകൊണ്ടാണ് പാപത്തോടുള്ള ഭയങ്കര അകൽച്ച നമ്മൾ പ്രാപിക്കേണ്ടത്. ഒരിക്കൽ അതിന് വഴിപ്പെട്ടാൽ പിന്നെ നമ്മൾ അതിൻ്റെ അടിമയായി പോകുന്നത് നമുക്ക് കാണാനായിട്ട് വളരെ പ്രയാസമില്ലാതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ ഡ്രഗ് പുഷേഴ്സൊക്കെ പറയുമല്ലോ, ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ആളുകൾ അവരുടെ ഇരകളെ കണ്ടുപിടിക്കുമ്പോൾ പിള്ളേരെയൊക്കെ കാണുമ്പോഴത്തേക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ഫസ്റ്റ് ഡോപ്പ് മാൻ ടേക്ക് എ ഡോപ്പ്, ഇറ്റ് ഇസ് ഫ്രീ. നീ ആദ്യത്തെ ഡോപ്പ് എന്താണ്? ഫ്രീയാ. കാര്യം അവനറിയാം, ഒരു ഡോപ്പ് എടുത്തു കഴിഞ്ഞാൽ അവൻ നെക്സ്റ്റ് ഇതിനു വേണ്ടി അവനൊരു അഭിവാഞ്ച ഉണ്ടാകും. അടുത്തതുകൂടെ ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ അതിൻ്റെ അടിമയായി കഴിഞ്ഞു. പിന്നെ ഇവൻ കാശ് കൊടുത്ത് വാങ്ങിച്ചോളും. മൂന്നാമത്തേത് വരുമ്പോഴത്തേക്കും പറയും, നൗ ഇറ്റ് ഈസ് കോസ്റ്റ്ലി. ചെറിയ വിലയ്ക്ക് കൊടുക്കും. പിന്നെ എന്ത് വില കൊടുത്തും, കാര്യം ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും. ലോകത്തിൻ്റെ ഏത് കാര്യവും, അത് മയക്കുമരുന്നിൻ്റെ കാര്യം തന്നെയല്ല, പണത്തിൻ്റെ കാര്യമാണെങ്കിലും പദവിയുടെ കാര്യമാണെങ്കിലും അധികാരത്തിൻ്റെ കാര്യമാണെങ്കിലും. ഞാൻ ഒരിക്കൽ നമ്മളുടെ നേതാക്കന്മാരെല്ലാം കൂടെ ഇരുന്നപ്പോൾ ഒരു വലിയ നേതാവിനോട് പറഞ്ഞു, പണ്ടൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളൊക്കെ കയറി ഇതെല്ലാം അങ്ങ് ശരിയാക്കുമെന്ന്, എന്നിട്ട് എന്താ ഇതൊക്കെ ശരിയാക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിരിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ പറഞ്ഞു, എടാ അതേ ഒരു പ്രശ്നമുണ്ട്, ഈ കസേരയിലൊന്ന് കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തൊന്ന് ഇറങ്ങരുതെന്നല്ലാതെ വേറെ ഒന്നും ഒരു വിഷയമല്ല. അപ്പോൾ ഈ കസേര ഒന്ന് രുചിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? ഇതിൻ്റെ പുറകിൽ നിന്ന് മാറത്തില്ല, പിന്നെ കസേര കളിയേ ഉള്ളൂ. പണത്തിൻ്റെ കാര്യം ഇതുപോലെയാണ്. once you start grabbing money, you will never stop it. അതുകൊണ്ട് ഈ പാപത്തിൻ്റെ തൽക്കാല ഭോഗം, അതിൽ നിന്ന് വിമോചിതനാകുവാനുള്ള ഒരു വലിയ ഒരു ഇൻറ്റൻഷണലായിട്ടുള്ള ഒരു വലിയ പ്രവൃത്തി നമ്മുടെ മനസ്സിലുണ്ടായാലേ പറ്റുള്ളൂ. പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെ മാറ്റി നിർത്തി കറക്റ്റായിട്ടുള്ള ചൂസിങ് നമുക്ക് നടക്കണം. മോസസിൻ്റെ സ്റ്റോറി നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന അതാണ്. അവൻ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. അന്ന് അവൻ കഷ്ടം അനുഭവിച്ചു. പക്ഷെ ഇന്ന് അവൻ അന്ന് പാപത്തിൻ്റെ തൽക്കാല ഭോഗം ചൂസ് ചെയ്തത് അവിടുത്തെ ഫാറോ റാംസസ് ആണ്.
അന്ന് മോസസിന്റെ കാലഘട്ടത്തിൽ ഫറോ ആയിരുന്ന ആളാണ്. ഞാൻ ഫറോ റാംസസിന്റെ ശവകുടീരം കണ്ടിട്ടുണ്ട്. അയാളുടെ ബോഡി മമ്മി കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ഞാൻ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് തന്നെ എന്തൊരു കഷ്ടമാണെന്ന് ഞാൻ ചിന്തിച്ചു പോയി. എന്തൊരു കഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ ഇന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നതിൻ്റെ നേരെ വിപരീത ദിശയിലാണ് ഭാവി എന്ന് പറയുന്നത്. അന്ന് ഫാറോ ചൂസ് ചെയ്തത് പാപത്തിന്റെ തൽക്കാല ഭോഗമാണ്. മോസസ് ചൂസ് ചെയ്തത് ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നതാണ്. എന്നാൽ ഇന്ന് മോസസ് ഒരു ഗ്ലോറിയസ് മാനാണ്. ഗ്ലോറിയസ് മാൻ എന്ന് തന്നെയല്ല, നമുക്കറിയാമല്ലോ മോസസിന്റെ ഭാവി ആ രീതിയിലല്ലായിരുന്നു. നമുക്കറിയാം യേശു കർത്താവ് മറുരൂപമലയിൽ മോസസ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് നമുക്കറിയാമല്ലോ, ഹി വാസ് സോ ഗ്ലോറിയസ്. ഞാൻ നമ്മളുടെ റാംസസിന്റെ ബോഡിയും മറുരൂപമലയിലെ മോസസിന്റെ ബോഡിയും അതെൻ്റെ ഭാവനയിൽ ഞാനൊന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. നമ്മൾ ഇന്ന് ചൂസ് ചെയ്യുന്നതിൻ്റെ നേരെ വിപരീത ദിശയിലായിരിക്കും നമ്മുടെ ഭാവി എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെ ഉപേക്ഷിച്ച് ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുക്കുക. പാപത്തിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞ ലേ അസൈഡ് ഓൾ വെയിറ്റ്. ലെറ്റ്സ് ക്ലോസ് അവർ ഐസ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു സ്ഥിരതയോടുകൂടെയുള്ള ഒരു ഓട്ടം. ആ സ്ഥിരതയോടുകൂടെയുള്ള ഓട്ടം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മളുടെ കഴിഞ്ഞ കാലത്തെ എല്ലാത്തിനോടും ഒരു അവേർഷൻ നമുക്ക് ആവശ്യമാണ്. ഇവിടെ വെച്ചിരിക്കുന്നതായ ഈ ഓട്ടത്തിൽ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നതായ ഹഡിൽസ് ഉണ്ട്, ഹിൻഡ്രൻസസ് ഉണ്ട്. നമ്മുടെ പാപവും ചിന്താകുലവും നമ്മളുടെ ഭാരവും എല്ലാം ഹിൻഡ്രൻസസ് ആണ്. അതിനെ എറിഞ്ഞു കളയുക. ഇന്ന് നമുക്ക് പറയാൻ പറ്റുമോ, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ എക്സ്ട്രാ വെയിറ്റും എറിഞ്ഞു കളയാനായിട്ട് ഞാൻ പരിശ്രമിക്കുക. കർത്താവേ, ആവശ്യമില്ലാത്ത ജങ്കൊക്കെ ഞാൻ വലിച്ചു കൂട്ടി. ഞാൻ ഓരോ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോഴും, ഓരോ തുണിക്കടയിൽ ചെല്ലുമ്പോഴും, ഓരോ മെഗാമാർട്ട് ചെല്ലുമ്പോഴും എൻ്റെ കൺമോഹത്തിൽ ഞാൻ ഓരോ സാധനങ്ങൾ വലിച്ചു കൂട്ടിയിട്ടുണ്ട്. കർത്താവേ, അതൊക്കെ എൻ്റെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, പല സമയത്തും ഭാവിയെക്കുറിച്ചുള്ള ഇൻസെക്യൂരിറ്റി ഫീലിങ്ങിൽ ഞാൻ പല പല കാര്യങ്ങൾ ആലോചിച്ച് ആകുലചിത്തനായി പോകുന്നു. എൻ്റെ അധ്വാനം തന്നെ പലപ്പോഴും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയില്ല. പക്ഷെ അതിനെ എറിഞ്ഞു കളയാനാണല്ലോ നീ എന്നോട് ആവശ്യപ്പെടുന്നത്. തന്നെയല്ല കർത്താവേ, എന്നിൽ ഇപ്പോഴും പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപങ്ങളുണ്ട്. ഞാനതിനെ ബലഹീനത എന്നൊക്കെ വിളിച്ച് രക്ഷപ്പെടുത്താനായിട്ട് നോക്കുക. ഇല്ല കർത്താവേ, ഐ കോൾ ഇറ്റ് എ സിൻ. എത്ര പേര് പറയും, കർത്താവേ, എന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപങ്ങളെ ബലഹീനത എന്ന് വിളിക്കുന്നത് നിർത്തി അതിനെ പാപമെന്ന് തന്നെ വിളിക്കാൻ ഞാൻ തയ്യാറാ. ഞാനതിനെ എറിഞ്ഞു കളയുക. കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറ, കർത്താവേ, എൻ്റെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നതായ എൻ്റെ ഭാരങ്ങൾ, എൻ്റെ ചിന്താകുലങ്ങൾ, എൻ്റെ പാപങ്ങൾ, മുറുകെ പറ്റുന്നതായ എൻ്റെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങൾ, അതിനെയൊക്കെ ഇന്ന് പകൽ ഞാൻ എറിഞ്ഞു കളയുക. എൻ്റെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. വല്ലവിധേനയും യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകുന്നത് വരെയും എനിക്ക് മുന്നോട്ട് തന്നെ പോകണം. എന്നെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.